കൃഷ്ണ, ഇന്നിവിടെ കറണ്ടില്ലായിരുന്നു. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ ഇതാണ് പ്രശ്നം. കറണ്ട് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായി മാറും. കാരണം ഇവിടെ ചൂട് കൂടിക്കഴിഞ്ഞാൽ ഇവർ മെയിൻ ഓഫ് ചെയ്യും 5-8 മണിക്കൂർ നേരത്തേക്ക്. അതാണ് ഇനിയിപ്പം നമ്മൾ നേരിടാൻ പോകുന്ന വലിയ പ്രശ്നം. കറണ്ട് വന്നും പോയി ഇങ്ങനെ കളിച്ചത് കാരണം എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയില്ല. പവർ ഇല്ലെങ്കിൽ നമുക്ക് വൈഫൈ കട്ടായിപ്പോവും. അപ്പോൾ അത് കാരണം ക്ലാസ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ സ്റ്റുഡിയോയിൽ പോയിട്ട് എടുക്കാമെന്ന് ഓർത്ത് സ്റ്റുഡിയോയിലേക്ക് എല്ലാം കൂടെ പെറുക്കി കെട്ടി ചെന്നപ്പോഴേക്കും അവിടുന്ന് വർക്കും കിട്ടി. ഇപ്പം തീരും എന്ന് പറഞ്ഞിട്ട് വർക്കിന് കയറി. അപ്പോൾ പിന്നെ അവിടെ നിന്നും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഓടി വന്ന് ഇവിടെ നിന്നാണ് ക്ലാസ് എടുക്കുന്നത്. രാവിലെ എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ പറ്റിയില്ല. പിന്നെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം ശ്രീമദ് ദേവി ഭാഗവതമാണ്. അപ്പം 9 ദിവസം കൊണ്ട് നമ്മളത് വളരെ സീരിയസ് ആയിട്ട് തന്നെ തീർക്കണം എന്നുള്ള ആ ഒരൊറ്റ ലക്ഷ്യത്തിലാണ്. അപ്പം ഭഗവതിയോട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു, ഭഗവതി പവർ വരണേ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് പവർ വന്നത്. ഇനി പോവില്ലാമെന്ന് വിചാരിക്കാം. ഇനി ഇവിടെ നല്ല ചൂട് കൂടിയത് കാരണം ഇതൊക്കെ നമ്മളിനി സസ്റ്റെയിൻ ചെയ്തേ പറ്റൂ. അത്യാവശ്യമായിട്ടൊരു ഇൻവെർട്ടർ നമുക്ക് വെച്ചില്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ എത്ര മണിക്കൂർ മുടങ്ങുമെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ മിഡ് നൈറ്റിലൊക്കെ ഇരുന്ന് ലൈവ് എടുത്തിട്ട് പേജിലിട്ടിട്ട് നിങ്ങൾ കാണേണ്ടി വരും. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം എത്രത്തോളം അല്ലേ. കിച്ചൂടൻ കൂടെയുള്ളതുകൊണ്ട് നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ എല്ലാവർക്കും അറിയാം 2 ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ സപ്താഹത്തിനും അതുപോലെ അന്നദാനത്തിനും വേണ്ടി കളക്ട് ചെയ്യുന്നത്. നാളെ കഴിഞ്ഞ് മറ്റന്നാളാകുമ്പോഴേക്കും എനിക്ക് ആ പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യണം. അപ്പം ഇനിയും ആരെങ്കിലും തരാനുണ്ടെങ്കിൽ ദയവായി പെട്ടെന്ന് തന്നെ എമൗണ്ട് അയക്കുക, സ്ക്രീൻഷോട്ട് അയക്കാൻ മറക്കരുത്. ചിലവരൊക്കെ പേയ്മെൻറ്റ് അയച്ചിട്ട് പോകുന്നുണ്ട്. ഇത് എന്തിനു വേണ്ടിയുള്ളതാണ്, ആരുടെ പേരിലാണ് എന്നൊന്നും അറിയിക്കുന്നില്ല. അതെനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അത് നോക്കി ഞാൻ വീണ്ടും മെസ്സേജ് ഇടേണ്ടി വരുന്നു. ഇത് എന്തിൻ്റെ പൈസയാണ്, ആരുടെ പേരിലാണ് അന്നദാനം കൊടുക്കേണ്ടത്, ഇങ്ങനെ വ്യക്തമല്ലാതെ നിങ്ങൾ ദൈവത്തോർത്ത് ഇങ്ങനെ ചെയ്യരുത്. ചിലവരാണെങ്കിൽ മാതാജി ഇത്ര പൈസ അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നു എന്നല്ലാതെ എനിക്കത് എവിടെയാണ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എന്നുള്ളത് പോലും അറിയുന്നില്ല. സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അതിൻ്റെ ട്രാൻസാക്ഷൻ ഐ ഡി എഴുതിയെടുക്കാൻ പറ്റൂ. അപ്പോഴേ എനിക്കത് ചെക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ കയറിയിട്ടുണ്ടോ എമൗണ്ട്. കാരണം നല്ല ബിസി ഷെഡ്യൂളിലാണ് ഞാൻ പോകുന്നത്. നിങ്ങൾക്കറിയാലോ, ഞാനൊരു ജാട പറയുന്നതോ ഒന്നുമല്ല. ഒരാളും ഉണ്ട്, 1008 ജോലികളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് കോപ്പറേറ്റ് ചെയ്യുക, ഇതെല്ലാം ഒന്ന് ഇതാവുക. കാരണം അത്രയും കോൾസ് വരുന്നു ഒരു ദിവസം. കോൾസ് എടുത്ത് സംസാരിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഡബ്ബിങ് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പം നീണ്ട ഒരു 10 ദിവസം ഞാനിവിടെ ഉണ്ടാവില്ല, ചെന്നൈയിൽ ഉണ്ടാവില്ല. അപ്പോൾ ആ 10 ദിവസവും എനിക്ക് വർക്ക് ഉള്ളത് കൊണ്ട് ആ 10 ദിവസത്തെ വർക്ക് ഇവിടെ തീർത്ത് വെച്ചിട്ട് വേണം പോകാൻ. ഇപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ സ്റ്റുഡിയോയിലേക്ക് പോകാനുണ്ട്. എന്നിട്ട് തിരിച്ചു വരുന്നത് ഏകദേശം ഒരു 8:30-9 മണിക്കൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ കിട്ടുന്ന ഒരു 2-3 മണിക്കൂറൊക്കെയാണ് നമ്മൾ ഇതെല്ലാം ചെയ്തു പോകുന്നത്. ഇതുവരേക്കും മഞ്ജരീസിലിട്ട മെസ്സേജുകൾ ഞാൻ മൊത്തം നോക്കാതെ ഇരുന്നിട്ടില്ല. മാക്സിമം ഒരു 3-4 ദിവസത്തിനുള്ളിൽ എല്ലാം നോക്കി തീർക്കും. ഇതിപ്പോൾ എനിക്ക് ഒരു മാസമായിട്ടും നോക്കി തീർക്കാൻ പറ്റുന്നില്ല. അപ്പം അത്രയും ഓടാനുണ്ട് എന്ന് ചിന്തിക്കുക. പേഴ്സണൽ ലൈഫിന് വേണ്ടിയിട്ടും മഞ്ജരീസിന് വേണ്ടിയിട്ടും നമ്മുടെ ക്ലാസ്സുകളുടെ കാര്യത്തിലും എല്ലാത്തിനും വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക. ദയവായി മെസ്സേജുകൾ ഇടുന്ന സമയത്ത് അത് വ്യക്തമായി ഇടുക. വലിയ ഓഡിയോസ് ഇടാതിരിക്കുക. കഴിയുന്നതും കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടുള്ള ഓഡിയോസ് ഇടുക. മറ്റേത് ഒരു ഓഡിയോ കേൾക്കണമെങ്കിൽ 10 മിനിറ്റ് 12 മിനിറ്റ് 18 മിനിറ്റ് ഒക്കെ ഓഡിയോസ് വരുമ്പോൾ നമുക്കിത് മൊത്തം കേട്ട് തീർത്ത് അടുത്ത ഒരു മെസ്സേജിലേക്ക് പോകാൻ കഴിയാതെ വരും. അപ്പോൾ ദയവായി മാക്സിമം കണ്ടന്റ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറിയ ഓഡിയോസ് തരിക. ഓക്കെ, ഇതെൻ്റെ ഒരു വലിയൊരു റിക്വസ്റ്റാണ്. ക്ലിയർ? ഇനി ഇന്നിപ്പോൾ ക്ലാസ് കഴിഞ്ഞാൽ ഇനി ആർക്കെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ ദയവായി മെസ്സേജ് ഇട്ട് വെക്കൂ. കാരണം എനിക്ക് 2 മണിക്കൂർ സമയം ചോദിച്ച് ഞാൻ വന്നതാണ് വർക്കിൻ്റെ ഇടയ്ക്കുന്ന്. അപ്പോൾ എനിക്ക് ക്ലാസ് കഴിഞ്ഞ ഉടനെ വർക്കിന് കയറണം. ഇവിടുന്ന് ഒരു 20 മിനിറ്റ് യാത്രയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം മെസ്സേജ് ഇട്ട് വെക്കുക മഞ്ജരീസിലേക്ക്. മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941. ഓക്കെ, 93 42 49 49 41 ആ നമ്പറിലേക്ക് മെസ്സേജ് ഇട്ട് വെച്ചാൽ മതി. ഞാൻ സമയം പോലെ നോക്കിക്കോളാം. ഓക്കെ, ഇടണ്ടെന്നൊന്നും പറയുന്നില്ല, ഇട്ടോളും, ഞാൻ നോക്കി തീർത്തോളാം. കഴിയുന്നത് മഞ്ജരീസിലേക്ക് ഇടുക, മറ്റേ ഗ്രൂപ്പുള്ള നമ്പറിലേക്ക് ഇടണ്ട. കാരണം അതിലേക്ക് ഇട്ടാൽ ഞാൻ അതിൽ നോക്കുന്നില്ല, ഇതിലാണ് നോക്കുന്നത്. കാരണം 2 ഫോണും കൂടെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ.
ചേർത്തലയിലല്ല, ദിവ്യ കോട്ടയത്താണ്. പെരുമ്പളം എന്ന സ്ഥലത്താണ് നമ്മുടെ ആ മാതാജി ഉള്ളത്. ഹസ്ബൻഡ് തളർന്നു കിടക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ അവരുടേക്ക് എത്തണമെങ്കിൽ ബോട്ടിലൊക്കെ പോകണം, നമ്മുടെ എറണാകുളം അരൂരിൽ നിന്ന്. അപ്പോൾ അവർക്കുള്ള എന്താ പറയുക, വീട്ടു സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ 500, 250 അങ്ങനെ അവരവരുടെ സാമ്പത്തികത്തിനനുസരിച്ച് അയക്കുന്നുണ്ട്. ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ദിവ്യ മാതാജിനെയും വേറെ ഒരു 3 പേരെയും കൂടിയാണ് ഞാൻ അങ്ങോട്ട് അയക്കുന്നത്. കാരണം എനിക്കിപ്പോൾ ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ അവിടെയും കൂടെ ഓടിയെത്താനാവില്ല. അതുകൊണ്ട് പെരുമ്പളത്തേക്ക് ദിവ്യ മാതാജിയും നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു 3 പേരെയും കൂടെ വിട്ടിട്ട് അവിടേക്കുള്ള സാധനങ്ങൾ ഞാൻ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ആരൊക്കെയാണ് അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്തതെന്നുള്ളതൊക്കെ ലൈവിൽ ഞാൻ പറയാം. അങ്ങനെ പോകുന്നു നമ്മുടെ കാര്യങ്ങൾ. എന്താ പറയുക, ഒരുപാട് ജോലി തിരക്കാവുന്നു. അപ്പോൾ അത് സന്തോഷമുള്ള കാര്യമാണ്. മഞ്ജരീസിന് വേണ്ടിയിട്ടും ഇത്രയും വർക്ക് ചെയ്യാൻ ഞാൻ എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും റെഡിയാണ്. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം, ഭഗവാൻ എനിക്കും നിങ്ങൾക്കും അതിനൊരുപോലെ ആരോഗ്യം തരട്ടെ. നമ്മൾ അത്രയും ഓടുന്നുണ്ട് നമ്മുടെ പ്രസ്ഥാനം നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട്. അപ്പം ഭഗവാന്റെ കാരുണ്യം, എത്രത്തോളം സേവനം ചെയ്യാൻ സാധിക്കുമോ നിസ്വാർത്ഥമായിട്ട്, ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥമായിട്ട് തന്നെ നമുക്ക് ഒരേ മനസ്സോടെ മുന്നോട്ട് പോകാം. പിന്നെ കൂടുതൽ ഞാൻ വിശേഷങ്ങളൊന്നും പറയാൻ നിൽക്കുന്നില്ല. കാരണം 9 ദിവസം കൊണ്ട് നമുക്ക് എന്താ പറയുക, ദേവി ഭാഗവതം തീർക്കാനുള്ളതാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. നമ്മൾ ഇന്നലെ 6 അധ്യായങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇന്നിപ്പം 7ാമത്തെ അധ്യായത്തിലേക്ക് പോകുന്നു. ധന്യോഹമതി മന്യോഹം പാവിധോഹം മഹാത്മഭി യത് പൃഷ്ടം സുമഹത് പുണ്യം പുരാണം വേദവിശ്രുതം. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സൂതൻ പറയാണ്, വേദങ്ങൾ വാഴ്ത്തുന്ന ദേവീ ഭാഗവതം എന്ന പുരാണത്തെ പ്രകീർത്തിക്കാനാണല്ലോ പുണ്യചരിതന്മാരായിരിക്കുന്ന നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടത്. കാരണം ഇവിടെ സൂതനോട് ഒരുപാട് മഹർഷിമാര് ഈ ദേവീ ഭാഗവതത്തെ വിശദീകരിച്ചു കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്, അല്ലെ? അപ്പൊ സൂതൻ പറയാണ്, വേദങ്ങൾ വാഴ്ത്തുന്ന, അതായത് വേദങ്ങൾ പോലും ദേവീ ഭാഗവതത്തെ വളരെ മനോഹരമായി വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രയും ഉയർന്ന സ്ഥാനത്താണ് ദേവീ ഭാഗവതം നിലകൊള്ളുന്നത്. ആ ദേവീ ഭാഗവതം എന്ന് പറയുന്ന പുണ്യപുരാണത്തെ പ്രകീർത്തിക്കാനാണല്ലോ, അതായത് വളരെ നന്നായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണല്ലോ പുണ്യവാന്മാരായിരിക്കുന്ന നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത്. ഞാൻ ധന്യനായി, അതായത് ദേവീ ഭാഗവതം പറയാൻ സൂതന് ഒരു അവസരം കിട്ടിയതിൽ അദ്ദേഹം സന്തോഷവാനായി എന്നാണ് പറയുന്നത്. മാനിതനും പവിത്രവാനുമായി, വളരെ അഭിമാനം തോന്നുന്ന നിമിഷമാണ് എനിക്കിത്. ആർക്ക്? സൂതന്. പവിത്രവാനുമായി, പവിത്രമായ ഒരു ജീവിതമായി അദ്ദേഹത്തിൻ്റെത് മാറിയിരിക്കുകയാണ് ആ നിമിഷം. കാരണം ദേവീ ഭാഗവതം പറയാൻ അവസരം ലഭിച്ചതുകൊണ്ട്. സർവശാസ്ത്രങ്ങളിലും വെച്ച് വളരെ വലിയ അത്യുന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്ന ഭാഗവത പുരാണത്തെക്കുറിച്ച്, അതായത് ദേവീ ഭാഗവതത്തെക്കുറിച്ച് സൂതൻ പറയാൻ തുടങ്ങുകയാണ്. ഓക്കെ, യോഗികൾക്ക് മുക്തിദായകമാണ്. യോഗികളായിരിക്കുന്നവർക്ക് മുക്തിയാണ് ദേവീ ഭാഗവതം നൽകുന്നത്. ബ്രഹ്മാദികളാൽ സേവിതവും, അതായത് ബ്രഹ്മദേവനെ പോലെയുള്ള ആദിയായിരിക്കുന്ന ദേവന്മാരെല്ലാവരും ദേവീ ഭാഗവതത്തെ സേവിക്കുന്നുണ്ട്. അതിലളിതമാണ്, വളരെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിരുത്തി ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ദേവീ ഭാഗവതം മനസ്സിലാക്കാൻ പറ്റും. മാമുനികൾക്ക്, അതായത് മഹർഷിമാർക്ക് ധ്യാനനിധാനവുമായിരിക്കുന്ന, ധ്യാനിക്കാം, ദേവിയെ ധ്യാനിക്കാനും കൂടെ സാധിക്കുന്ന ആ ഭഗവത് പാദമലരുകളെ നമസ്കരിച്ചുകൊണ്ട് ഇവിടെ സൂതൻ കഥ തുടങ്ങുകയാണ്. ഈ കഥയാണെങ്കിലോ ഭഗവതിയുടെ നാമത്താൽ പ്രസിദ്ധമാണ്, അല്ലെ? ശ്രീമദ് ദേവീ ഭാഗവതം. അങ്ങനെ പറയുമ്പോൾ ദേവിയുടെ നാമം കൊണ്ട് ഈ കഥ വളരെ പ്രസിദ്ധമാണ്. വിവിധ രസങ്ങൾ നിറഞ്ഞതാണ് ഇതിലെ വിഭവങ്ങൾ. അതായത് ഇതിൽ ഓരോ അധ്യായവും ഭയങ്കരമായിട്ടിരിക്കുന്ന രസങ്ങൾ നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന അധ്യായങ്ങളാണ്. വേദങ്ങൾ വിദ്യ എന്ന് വിളിക്കുന്നവളും, വേദങ്ങളിൽ ദേവിയെ വിളിക്കുന്ന എന്താണ്? വിദ്യ എന്ന്. ശ്രീവിദ്യ എന്ന് പറഞ്ഞാൽ ആരാണ്? ദേവിയാണ്. ആദി പരാശക്തിയായി സദാ വിളങ്ങുന്നവളും, ആദിയായിരിക്കുന്ന പരാശക്തി, എല്ലാത്തിനും മുകളിലാണ് അമ്മ. ആദി പരാശക്തിയായിട്ട് സദാ വിളങ്ങുകയാണ് ആര്? നമ്മുടെ ഭഗവതി. സംസാര ബന്ധങ്ങളിൽ നിന്ന് മുക്തിയേകുന്നവളും, ഈ സംസാര ലോകത്ത്, നമ്മുടെ ഈ ദുരിതം പിടിച്ച ഈ ലോകത്ത് നിന്ന് നമുക്ക് മുക്തി നൽകും അമ്മ. അതുപോലെ ദുഷ്ടന്മാർക്ക് അപ്രാഭ്യവുമായവളും,
ദുഷ്ടന്മാര്, മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിരിക്കുന്ന ഒരാൾക്കും ദേവിയുടെ അനുഗ്രഹം ലഭിക്കില്ല. അവരെന്ത് മനസ്സിൽ തെറ്റായ ചിന്തകളിലൂടെ കടന്നു പോയാലും അവർക്ക് ദേവിയിൽ നിന്ന് വലിയ അടി തന്നെ തിരിച്ചു ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ധ്യാനിക്കുന്ന ഉപാസകർക്ക് അമ്മയെ ആരാണോ ധ്യാനിക്കുന്നത് അവർക്ക് ക്ഷിപ്രപ്രസാദമേകുന്നവളുമായിരിക്കുന്ന, പെട്ടെന്ന് തന്നെ അനുഗ്രഹം നൽകുന്നവളുമായ ആ ഭഗവതി, ആ ഒരു ദേവി സദാ പ്രസന്നയായി, അമ്മ എപ്പോഴും പ്രസന്ന മനോഭാവത്തോടെയാണ് ഇരിക്കുന്നത്, പ്രസന്നയായി സർവസിദ്ധികളെയും പ്രദാനം ചെയ്യട്ടെ, എല്ലാ സിദ്ധികളെയും അമ്മ നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. വിശ്വത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്ന ആ ജനനിയെ, അമ്മ തന്നെയാണ് ഈ വിശ്വം സൃഷ്ടിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഭഗവാനല്ലേ എന്ന്. ഭഗവാന്റെ അന്തർശക്തിയാണ് ദേവി. ഓക്കെ, അപ്പം ആ ജനനിയെ ആര് പ്രണമിക്കുന്നു? സൂതൻ. ഒപ്പം നമ്മളും പ്രണമിക്കുന്നു. വിശ്വനിർമ്മിത ബ്രഹ്മാവാണ് ചെയ്തതെന്ന് പ്രസിദ്ധമാണ് അല്ലെ. വിശ്വം നിർമ്മിച്ചത് ബ്രഹ്മാവാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അദ്ദേഹമാകട്ടെ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നാണ് ഉദ്ഭൂതനായിരിക്കുന്നത്. ഈ ബ്രഹ്മാവ് എവിടുന്നാ വന്നിരിക്കുന്നത്? വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന്. അപ്പോൾ സൃഷ്ടികാര്യത്തിൽ ബ്രഹ്മാവ് സ്വതന്ത്രനല്ല എന്ന് നിശ്ചയം. അപ്പൊ ബ്രഹ്മാവിനെ കൊണ്ട് മാത്രം ഈ ഒരു ലോകം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ബ്രഹ്മാവ് പോലും സൃഷ്ടിക്കപ്പെട്ടതാണ് അല്ലെ, ഭഗവാന്റെ നാഭിയിൽ നിന്ന്. മഹാവിഷ്ണു ആദിശേഷ സർപ്പത്തിൽ മയങ്ങുന്ന നേരത്താണല്ലോ അദ്ദേഹത്തിന്റെ നാഭീകമലത്തിൽ നിന്ന് വിരിഞ്ചൻ ഉണ്ടായിരിക്കുന്നത് അല്ലെ. ആദിശേഷന്റെ മുകളിൽ മഹാവിഷ്ണു ഇങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന സമയത്താണ് താമരപ്പൂവിൽ നിന്ന് ബ്രഹ്മദേവൻ ഉണ്ടാകുന്നത്. ഹരിക്ക് സഹസ്രശീർഷനായിരിക്കുന്ന വിഷ്ണുവാണ് ആദിശേഷൻ. ഹരി എവിടെയാണ് കിടക്കുന്നത്? ആദിശേഷന്റെ മുകളിലാണ്. അപ്പോ ആധാരമെങ്കിൽ ഭഗവാനെ സൃഷ്ടി നടത്താൻ സാധിക്കുന്നത് എങ്ങനെ എന്നാണ് ഇവിടെ ചോദിക്കുക. അപ്പൊ ബ്രഹ്മദേവന് എങ്ങനെ സൃഷ്ടി നടത്താൻ സാധിക്കും? കൽപ്പകാലത്തെ പ്രളയജലം രസരൂപമാണ്, അതിനൊത്തൊരു പാത്രമില്ലാതെ നിലകൊള്ളാനാവില്ല അല്ലെ. അതിനെ താങ്ങി നിർത്തുന്നത് ശക്തിയാണ്. അപ്പൊ ഭഗവാന്റെ അന്തർശക്തിയാണ് ദേവി. ആ ദേവിയാണ് ഈ ഒരു ഭൂമിയെ താങ്ങി നിർത്തുന്നത്. അത് ദേവിയാണെന്നുള്ള കാര്യം നമ്മൾ ദേവി ഭാഗവതത്തിലൂടെ പഠിക്കുകയാണ്. ശക്തനില്ലാതെ ശക്തിയുമില്ല, ശക്തിയില്ലാതെ ശക്തനുമില്ല. അഖിലത്തിനും താങ്ങായ ശക്തിയായി നിലകൊള്ളുന്ന സർവഭൂതജനനിയെ നമ്മൾ കൈതൊഴുന്നു. ഈ ലോകത്തിന് താങ്ങി നിർത്തുന്ന, കാരണം ഒരു അച്ഛനുണ്ടെങ്കിലും മാത്രം നമ്മൾ ജനിക്കില്ല, അമ്മയുണ്ടെങ്കിലും മാത്രം ജനിക്കില്ല. അച്ഛനും അമ്മയും ഉണ്ടെങ്കിലേ നമ്മൾ ജനിക്കും. അപ്പോ അഖിലത്തിനും താങ്ങായ ശക്തിയായി നിലകൊള്ളുന്നത് ആരാണ്? ഭഗവതിയാണ്. കാരണം അമ്മ മാത്രം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒരിക്കലും ജനിക്കില്ല, എന്നാൽ അച്ഛൻ മാത്രം ഉണ്ടായതുകൊണ്ട് നമ്മൾ ജനിക്കില്ല. അച്ഛനും അമ്മയും ഒരുപോലെ ഉണ്ടെങ്കിലേ നമ്മൾ ജനിക്കൂ. പക്ഷേ ഒരുപോലെ ഉണ്ടെങ്കിലും നമുക്ക് അമ്മയോടുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഒരു ബന്ധം, അതൊരു വല്ലാത്തൊരു ബന്ധമാണ് അല്ലെ. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും അമ്മയ്ക്ക് അവിടെ എന്തോ ഒരു പ്രത്യേക മുൻതൂക്കം അമ്മയ്ക്ക് അവിടെ വരുന്നുണ്ട്. അത് അച്ഛൻ കുറവാണ് എന്നല്ല പറയുന്നത്. ആ ഒരു അമ്മയുടെ ആ ഒരു സ്ഥാനം, ആ ഒരു പവിത്രത, അത് നമുക്ക് അമ്മ എന്ന വാക്ക് ഒരിക്കലും നമുക്ക് സംസാരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു ചാപ്റ്ററാണ്, പറ്റാത്ത ഒരു അധ്യായമാണ്. അപ്പോ യോഗനിദ്രയിലാണ്ട വിഷ്ണു ഭഗവാനെ കണ്ടിട്ട് താമരയിലയിൽ ഇരുന്നു കൊണ്ട് ബ്രഹ്മാവ് സ്തുതിച്ചതായ ദേവിയെ, യോഗനിദ്രയിലിരിക്കുന്ന വിഷ്ണു ഭഗവാനെ കണ്ടിട്ട് താമരയിലയിൽ, അതായത് താമര താളിൽ ഇരുന്നു കൊണ്ട് ബ്രഹ്മാവ് സ്തുതിച്ചു. ആരെയാണ്? ദേവിയെ. അരൂപയും സുഗുണയും മായാമയിയും മുക്തിപ്രദായികയുമായിരിക്കുന്ന ദേവിയെക്കുറിച്ചുള്ള പുരാണം, അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കാൻ സൂതൻ പറയുന്നു. 18,000 സാരഗർഭങ്ങളായിരിക്കുന്ന ഉത്തമ ശ്ലോകമാണ് ഇതിലുള്ളത്. എത്ര? 18,000 അർത്ഥവത്തായിരിക്കുന്ന 18,000 ഉത്തമ ശ്ലോകങ്ങളാണുള്ളത്. 12 സ്കന്ധങ്ങളുണ്ട് ഇതില്. 318 അധ്യായങ്ങളുണ്ട്. ഒന്നാം സ്കന്ധത്തിൽ 20, 2-ൽ 12, 3-ൽ 30, 4-ൽ 25, 5-ൽ 35, 6-ൽ 31, 7-ൽ 41, 8-ൽ 24, 9-ൽ 50, 10-ൽ 13, 11-ൽ 24, 12-ൽ 14. ഇങ്ങനെയാണ് ഇവിടെ അധ്യായങ്ങൾ ദേവീ ഭാഗവതത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. സർഗം, പ്രതിസർഗം, വംശം, മന്വന്തരം, വംശാനുചരിതം,
അങ്ങനെ 5 ലക്ഷണങ്ങളാണ് പുരാണങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം നമ്മൾ എടുക്കുന്ന ഈ ഒരു പുസ്തകത്തിലുണ്ട്. ദേവി ഭാഗവതത്തിൽ ഇതെല്ലാം കൃത്യമായിട്ടുണ്ട്. സർവവ്യാപിയും സദാനിത്യയും നിർഗുണയും നിശ്ചലയും മുക്തിദായകിയും യോഗാഭിഗമ്യയും സർവാശ്രയവുമായിരിക്കുന്ന ദേവിയുടെ 3 പ്രകൃതികളായിരിക്കുന്ന സാത്വികം, രാജസികം, താമസികം. അതായത് സത്വഗുണം, രജോഗുണം, തമോ ഗുണം, അങ്ങനെ 3 എണ്ണം എന്നിവ യഥാക്രമത്തിൽ മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാകാളി അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ പറയുന്നില്ലേ, സാത്വിക ഭാവത്തിലേക്ക് വരുമ്പോൾ മഹാലക്ഷ്മിയാണ്. ഓക്കെ, ശ്രദ്ധിച്ചു കേൾക്കണം. സാത്വിക ഭാവത്തിലേക്ക് വരുമ്പം മഹാലക്ഷ്മി. എടുക്ക് ബിന്ദുമേ. സാത്വിക ഭാവത്തിലേക്ക് വരുമ്പോൾ മഹാലക്ഷ്മി. എന്നാൽ രജോ ഗുണത്തിലേക്ക്, രാജസീകത്തിലേക്ക് വരുമ്പം ആരായി മാറുന്നു? മഹാസരസ്വതിയായി മാറുന്നുണ്ട്. എന്നാൽ താമസ ഗുണത്തിലേക്ക് വരുമ്പോഴോ മഹാകാളിയായി മാറുന്നുണ്ട്. അങ്ങനെ 3 ഭാവത്തിൽ ദേവി മാറുന്നുണ്ട്. മഹാലക്ഷ്മിയായി മാറുന്നു, മഹാസരസ്വതിയായി മാറുന്നു, മഹാകാളിയായി മാറുന്നു. അതായത് സാത്വിക ഗുണം, രാജസിക ഗുണം, താമസ ഗുണം, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, അങ്ങനെ 3 ഗുണങ്ങളിലേക്കാണ് വരുന്നത്. ആ 3 ഗുണങ്ങളിലേക്ക് വരുമ്പോഴേക്കും സത്വഗുണത്തിൽ മഹാലക്ഷ്മിയും, രജോ ഗുണത്തിൽ മഹാസരസ്വതിയായും, തമോ ഗുണത്തിൽ മഹാകാളിയുമായിട്ട് ഭഗവതി വരികയാണ്. ഈ ദേവീ ശക്തി ഭാവങ്ങളാണിത്. ഭഗവതിയുടെ 3 ഭാവങ്ങളാണത്. സർഗം എന്നറിയപ്പെടുന്നത്. സർഗം എന്ന് പറഞ്ഞാൽ ദേവിയുടെ 3 ഭാവങ്ങൾ, 3 പ്രകൃതി ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് 3 ഭാവങ്ങൾ വരുന്നത്. ആ 3 ഭാവങ്ങളിൽ ദേവി ലക്ഷ്മിയായും സരസ്വതിയായും മഹാകാളിയായിട്ടും നിലകൊള്ളുന്നു. ക്ലിയർ? ഇതുവരെ ക്ലിയർ ആണോ? ആണെങ്കിൽ മെസ്സേജ് ഇടൂ. മഹാവിഷ്ണു, അതായത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാര് ത്രിമൂർത്തികളുടെ ആവിർഭാവമായിട്ടാണ് ഈ സർഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. ത്രിമൂർത്തികള് എന്താ പറയാ, ത്രിമൂർത്തികളുടെ, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര ത്രിമൂർത്തികളുടെ ആവിർഭാവം, അതായത് അവരിൽ നിന്ന് ഉത്ഭവിച്ചതായിട്ട് അങ്ങനെ ഒരു കഥയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അപ്പൊ അത് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. സൃഷ്ടി, സ്ഥിതി, സംഹാര പ്രവർത്തനങ്ങൾ. സൃഷ്ടിക്കുക, നിലനിർത്തുക, സംഹരിക്കുക. ഇത് 3ഉം ത്രിമൂർത്തികളുടെ എന്താണ്? ജോലിയാണ്. അവരത് കൃത്യമായി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം മുകളിലാണ് കൃഷ്ണൻ. കൃഷ്ണനിൽ നിന്നാണ് സർവവും വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ വിഷ്ണു എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ കൺഫ്യൂഷൻ വേണ്ട. ഇതിൻ്റെ എല്ലാം മുകളിലാണ് കൃഷ്ണൻ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, വംശത്തിൽ സൂര്യചന്ദ്ര വംശങ്ങളിൽപ്പെട്ട രാജാക്കന്മാര്, അസുരന്മാര്, അവരുടെ വംശങ്ങളെയാണ് വർണ്ണിക്കുന്നത്. വംശം എന്ന് സർഗം കഴിഞ്ഞ് വംശത്തിലേക്ക് പോകുമ്പോഴത്തേക്കും സൂര്യചന്ദ്ര വംശങ്ങളിലൊക്കെ പെട്ട രാജാക്കന്മാരും അസുരന്മാരും അവരെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. സ്വയംഭൂ മനുവും തൊട്ടുള്ള രാജാക്കന്മാർ അവരുടെ കാലത്തെ എല്ലാം വർണ്ണിക്കുന്നതാണ് മന്വന്തരം. മന്വന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയംഭൂ ആയിരിക്കുന്ന മനു തൊട്ടുള്ള രാജാക്കന്മാര്. അങ്ങനെ 3-4 ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് ഇത് തിരിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതില് എന്താ പറയുന്നത്, സ്വയംഭൂ മനു തൊട്ടുള്ള കാര്യങ്ങളെ പഠിക്കുന്നതാണ് മന്വന്തരം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്ന വെച്ച് കഴിഞ്ഞാല് അവരുടെ വംശങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കും. ഈ സ്വയംഭൂ മനുക്കളെ കുറിച്ചുള്ള വംശങ്ങൾ, ആ വംശത്തെ കുറിച്ച് പഠിക്കുന്നതിനാണ് വംശാനുചരിതം എന്ന് പറയുന്നത്. അപ്പൊ ഇതില് നമ്മൾ നോക്കേണ്ടത്, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ, നമ്മൾ സർഗത്തെ കുറിച്ച് പഠിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതായത് ഓരോ അധ്യായങ്ങളായിട്ടാണ്, കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ. ഓരോ അധ്യായങ്ങളായിട്ടാണ് നമ്മൾ ഈ ദേവി ഭാഗവതത്തില് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പം സർഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. സർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് ഓർത്തു കഴിഞ്ഞാല്, നമ്മുടെ ദേവി 3 ഗുണങ്ങളാൽ, നമ്മൾ 3 ഗുണങ്ങളെ പഠിച്ചു. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങളിൽ ദേവി 3 ഭാവങ്ങളിൽ വരുന്നുണ്ട് അല്ലെ. അതിന് മുമ്പേ കേട്ടോളൂ, നമ്മൾ ഈ ദേവി ഭാഗവതത്തില് കൺഫ്യൂഷൻ ഇല്ലാതെ കേൾക്കണേ. ദേവി ഭാഗവതത്തില് അധ്യായങ്ങൾ ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. അധ്യായങ്ങൾ എങ്ങനെയാ ക്രമീകരിച്ചു വെച്ചിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല്, സർഗം, പ്രതിസർഗം, വംശം,
മന്വന്തരം, വംശാനുചരിതം. ക്ലിയർ? സർഗം, പ്രതിസർഗം, വംശം, മന്വന്തരം, വംശാനുചരിതം. ഇങ്ങനെ 5 രീതിയിൽ അധ്യായങ്ങളെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൽ സർഗം എന്താണ്? 3 ഗുണങ്ങളാൽ, ഏതൊക്കെയാണ്? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇങ്ങനെ 3 ഗുണങ്ങളിൽ ദേവി 3 ഭാവങ്ങളിൽ വരുന്നു. മഹാലക്ഷ്മിയായി വരുന്നു, സരസ്വതിയായി വരുന്നു, മഹാകാളിയായി വരുന്നു. ഇങ്ങനെയുള്ള ഭാഗങ്ങളെ പഠിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സർഗം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഭാഗങ്ങളെ കുറിച്ചുള്ള അധ്യായത്തെയാണ് നമ്മൾ സർഗം എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായില്ലേ? മെസ്സേജ് ഇടൂ. എനിക്ക് വെറുതെ എടുത്ത് പോകുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ക്ലിയർ ആവണം, നല്ല തറവാവണം ഞാൻ എടുക്കുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. മനസ്സിലായിട്ടോ ഇത് ഇപ്പൊ പറഞ്ഞത്? സർഗം എന്താണെന്നുള്ളത്. അധ്യായങ്ങളെ നമ്മൾ സർഗമായി, പ്രതിസർഗമായി, വംശമായി, മന്വന്തരമായി, വംശാനുചരിതമായി തിരിച്ചിട്ടുണ്ട്. അതിൽ സർഗം എന്ന് പറയുന്നത് നമ്മുടെ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവി 3 ഭാവങ്ങളിൽ വരുന്നു. ലക്ഷ്മി, സരസ്വതി, കാളി. ഇതേക്കുറിച്ച് പഠിക്കുന്ന ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ സർഗം എന്ന് പറയുന്നു. ഓക്കെ, ഇനി അടുത്തത് സർഗം കഴിഞ്ഞാൽ പ്രതിസർഗം. പ്രതിസർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ, അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഈ ഒരു അവരുടെ ആവിർഭാവം, ആ ആവിർഭാവത്തെ നമ്മൾ പ്രതിസർഗം എന്ന് പറയും. അപ്പൊ സർഗമായി, പ്രതിസർഗമായി. ഇനി വംശം. വംശം എന്ന് പറഞ്ഞാല് സൂര്യചന്ദ്രന്മാരുടെ വംശമില്ലേ, ആ വംശത്തിൽപ്പെട്ട കുറേ രാജാക്കന്മാരുണ്ട്. അവരുടെ കഥയെക്കുറിച്ച് പഠിക്കുന്ന അധ്യായത്തെ നമ്മൾ വംശം എന്ന് പറയും. ഓക്കെ, അപ്പൊ സർഗം, പ്രതിസർഗം, വംശം, 3 കാര്യങ്ങൾ പഠിച്ചു. ഇനി എന്താണ് മന്വന്തരം? മന്വന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയംഭൂ മനു തൊട്ടുള്ള കുറേ രാജാക്കന്മാരും അവരുടെ കാലങ്ങളെയും കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. സ്വയംഭൂ എന്താ പറയാ, സ്വയംഭൂ മനുവിനെ കുറിച്ചുള്ള ആ കാലത്തെയും ആ സമയത്തുണ്ടായ രാജാക്കന്മാരെയും കുറിച്ച് പഠിക്കുന്ന അധ്യായത്തെ നമ്മൾ എന്തെന്ന് പറയും? മന്വന്തരം എന്ന് പറയും. അപ്പം സർഗം, പ്രതിസർഗം, വംശം, മന്വന്തരമായി. ഇനി എന്ത് പഠിക്കുന്നു നമ്മൾ? വംശാനുചരിതം. അങ്ങനെ 5 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പോകുന്നത്. ഈ വംശാനുചരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വംശത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും. ഈ പറഞ്ഞ ആളുകളുടെ വംശത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും. ആ വംശത്തെക്കുറിച്ച് പഠിക്കുന്ന ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ എന്തെന്ന് പറയും? വംശാനുചരിതം എന്ന് പറയും. അപ്പൊ ദേവി ഭാഗവതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സർഗം, പ്രതിസർഗം, വംശം, മന്വന്തരം, വംശാനുചരിതം. 5 എണ്ണം മനസ്സിലായില്ലേ? സർഗം, പ്രതിസർഗം, വംശം, മന്വന്തരം, വംശാനുചരിതം. ഇങ്ങനെ 5 എണ്ണം. ക്ലിയർ? ഇത്രയും മനസ്സിലായോ? ഇത് കൂടാതെ വേദങ്ങൾക്ക് തുല്യമായിരിക്കുന്ന മഹാഭാരതം ആരാണ് പറഞ്ഞിരിക്കുന്നത്? വ്യാസൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 1,400,000 ശ്ലോകങ്ങളാണ് എന്തിലുള്ളത്? മഹാഭാരതത്തിലുള്ളത്. അപ്പൊ ശൗനകൻ പറയാണ്, എത്രയാണ്, ഏതൊക്കെയാണ്, ഇതൊക്കെ ഈ പുരാണങ്ങളൊക്കെ ഒന്ന് വിസ്തരിച്ചു പറയാൻ ശൗനകൻ ചോദിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. നമ്മളെല്ലാവരും കുറെ അവിടെയും ഇവിടെയൊക്കെ കേട്ടിരുന്നു, പക്ഷെ മൊത്തം നമുക്ക് മനസ്സിലായിട്ടില്ല. എല്ലായിടത്തും പോയി സപ്താഹത്തിലും അതിലും ഇതിലൊക്കെ ഇങ്ങനെ വാ പോയ കോടാലി പോലെ നോക്കിയിരിക്കും, പക്ഷെ എവിടെയും കണക്ഷൻ കിട്ടില്ല. എനിക്കായാലും ശരി, നിങ്ങൾക്കായാലും ശരി. നമുക്കങ്ങനെ ഇരുത്തി പറഞ്ഞു തരാൻ പറ്റുന്നില്ല. എല്ലാവരും ഇങ്ങനെ കുറേ ക്ലാസ്സുകൾ എടുത്ത് പോകുമെന്നല്ലാതെ നമ്മൾക്ക് എന്താ പറയാ, അങ്ങനെ നമ്മൾ പഠിക്കുന്ന പോലെ നമുക്ക് പഠിപ്പിച്ചു തരാൻ ആരുമില്ല, അല്ലെ? അങ്ങനെ പഠിപ്പിച്ച് കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് കണക്ഷൻ കിട്ടാത്തത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇരുത്തി ഇങ്ങനെ ഈ LKGയിലെയും 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്ന പോലെ പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് കുറെയൊക്കെ തലയിൽ നിൽക്കും, കുറെയൊക്കെ നമുക്ക് വിട്ടുപോകും. അതൊന്നും വിഷയമല്ല. അപ്പം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എത്രയാണ്, ഏതൊക്കെയാണ് പുരാണങ്ങൾ, ഇതൊക്കെ വിസ്തരിച്ച് പറയാൻ പറയുന്നത്. നമുക്കതൊക്കെ കേൾക്കാൻ ആഗ്രഹമുണ്ട്. കാലഭീതിയിലാണ് ഞങ്ങൾ ഈ പുണ്യഭൂമിയിൽ വന്ന് വസിക്കുന്നത്, അല്ലെ? മനോമയമായിരിക്കുന്ന ഒരു ചക്രം ഞങ്ങൾക്ക് തന്നിട്ട് ബ്രഹ്മദേവൻ പറയാണ്, ഈ ചക്രത്തിനെ പിന്തുടർന്നാൽ നിങ്ങൾക്ക് പവിത്രമായ ഒരിടത്തെത്താം. അവിടേക്ക് കലിക്ക് പ്രവേശനമില്ല. സത്യയുഗം വരെ നിങ്ങൾക്ക് അവിടെ താമസിക്കാമെന്ന് ബ്രഹ്മദേവൻ പറയാണ്.
ആ പറഞ്ഞതും നമ്മുടെ മൈൻഡിൽ കയറിയിട്ടില്ല, നമുക്ക് മനസ്സിലാക്കി തരാം. അതായത് കാലഭീതിയിലാണ് നമ്മൾ ഈ ഭൂമിയിൽ താമസിക്കുന്നത്. ഓരോ കാലം കഴിയുന്തോറും നമുക്ക് ഓരോന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആ ഒരു പേടിയിലാണ് നമ്മൾ താമസിക്കുന്നത്, അല്ലെ? മനോമയമായിരിക്കുന്ന ഒരു ചക്രം, അതായത് ഒരു കാലചക്രം, ആ കാലചക്രത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇതെല്ലാം തന്നിട്ട് ബ്രഹ്മദേവൻ പറയുന്നത് എന്താണ്? ഈ ചക്രത്തിനെ പിന്തുടർന്നാൽ പവിത്രമായ ഒരിടത്തെത്താം. അതായത് ജനന മരണങ്ങൾ താണ്ടി 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 നമുക്ക് പവിത്രമായ ഒരു സ്ഥലത്തെത്താം. നമ്മൾ എപ്പോൾ പ്യൂരിഫൈ ആയിട്ട് കിട്ടുന്നോ ആ പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തെത്തും. എവിടെ? ഭഗവാന്റെ അടുത്ത്. അവിടെ കലിക്ക് പ്രവേശനമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സത്യയുഗം വരെ നിങ്ങൾക്ക് അവിടെ താമസിക്കാം. നമ്മൾ മുക്തി നേടാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നന്മയിലൂടെ ജീവിച്ചാൽ അടുത്ത സത്യയുഗം വരുന്നത് വരെ നമുക്കിനി ഈ കലിയുഗത്തിൽ ജീവിക്കേണ്ട കാര്യമില്ല. നമുക്ക് എളുപ്പം മരിച്ച് എളുപ്പം ഭഗവാന്റെ അടുത്തെത്തി അടുത്ത സത്യയുഗം എപ്പോഴാണോ തുടങ്ങുന്നത് ആ കാലം വരെ നമുക്ക് അവിടെ ജീവിക്കാം. സത്യയുഗം തുടങ്ങുമ്പോൾ നമ്മൾ വീണ്ടും വരും. മനസ്സിലായില്ലേ? ഈ മനോമയ ചക്രം ഉരുട്ടി 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 ഉരുട്ടിയാണ് ഇവിടം വരെ കാലം എത്തിയിരിക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഇതിങ്ങനെ നിശ്ചലമായി നിൽക്കുകയാണ്. കാരണം എന്താ? കലിയുഗമാണ് തുടങ്ങിയിരിക്കുന്നത്. കലിയുഗം ഭയങ്കര അബദ്ധമാണ്. നമുക്ക് ആർക്കും സഫർ ചെയ്യാൻ പറ്റുന്നില്ല കലിയുഗത്തിന്. അങ്ങനെ ഈ പ്രദേശത്തിന് നൈമിഷം എന്ന് പറയുന്ന പേര് കിട്ടി. അപ്പൊ ഇവര് നിൽക്കുന്ന നൈമിഷികം എന്ന് പറയുന്ന ആ സ്ഥലത്താണ് ഇപ്പൊ ഇവരെല്ലാവരും എത്തി നിൽക്കുന്നത്. കലിക്ക് പ്രവേശനമില്ലാത്ത ഇടമായതിനാൽ ഞാൻ മാത്രമല്ല ഈ നൈമിഷാരണ്യത്തില് എന്താ പറയാ, കലിക്ക് പ്രവേശനം ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് സിദ്ധന്മാരും മുനീന്ദ്രന്മാരും ഇവിടെ എല്ലാവരും എന്നോടൊപ്പം കൂടി. എല്ലാവരും എന്താ പറയുന്നത്? ഇവിടെ ശൗനക മഹർഷിയുടെ കൂടെയുണ്ട്. കലി പ്രവേശിക്കില്ല ആ സ്ഥലത്തേക്ക്, നൈമിഷാരണ്യത്തിലേക്ക് കലി പ്രവേശിക്കില്ല. അരി, എള്ള്, ഉഴുന്ന്, പഞ്ചസാര, മധു, നെയ്യ് ഇത്രയും ചേർത്തുണ്ടാക്കുന്ന പൂരോഢാശം ഉപയോഗിച്ച് പശുക്കളെ കൂടാതെയുള്ള യാഗങ്ങൾ ചെയ്തിട്ടാണ് സത്യയുഗം വരെ ഇവരെല്ലാവരും ഈ നൈമിഷാരണ്യത്തിൽ ജീവിക്കുന്നത്. എന്തൊക്കെ ചെയ്തിട്ട്? അരി, എള്ള്, ഉഴുന്ന്, പഞ്ചസാര, മധു, നെയ്യ്, തേൻ എന്ന് വേണമെങ്കിൽ തേനായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ച് അവരവിടെ എന്താ പറയാ, പൂരോഢാശം ഉപയോഗിച്ച് പശുക്കളില്ലാതെയുള്ള യാഗങ്ങളൊക്കെ ചെയ്തിട്ടാണ് സത്യയുഗം വരെ ഇവർ കാലം കഴിക്കുന്നത്. പിന്നെന്താ പറയുന്നത്? അങ്ങിപ്പോൾ വന്നെത്തിയത് ഞങ്ങളുടെ മഹാഭാഗ്യം. സൂതൻ വന്നെത്തിയത് ഇവരുടെ മഹാഭാഗ്യമാണ്. ഭാഗവത കഥ ഉടനെ ഇവരെല്ലാവരും കേൾക്കും. അപ്പൊ നമ്മളും കേൾക്കും. പറയാൻ അങ്ങേപ്പോലൊരാളും കേൾക്കാൻ ഉത്സുകരുമായി നമ്മളും ഉണ്ട്, അല്ലെ? മറ്റു കാര്യങ്ങളൊന്നും ചെയ്ത് തീർക്കാനില്ലാത്തതിനാൽ നമ്മളെല്ലാവരും എന്താണ്? ഏകാഗ്ര ചിത്തരാണ്. നല്ല ഏകാഗ്രമായ മനസ്സോടുകൂടിയാണ് നമ്മളിത് കേൾക്കാൻ വന്നിരിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് മുക്തി ഉണ്ടാവും. ധർമാർത്ഥ കാമങ്ങളെ കൂടാതെ ജ്ഞാനത്തെയും ഭാഗവതത്തിൽ ഭംഗിയായി വർണ്ണിച്ചിട്ടുണ്ട്, അല്ലെ? മോക്ഷദായകമാണ് ജ്ഞാനം എന്ന് പറയുന്നത്. നമുക്ക് അറിവ് ലഭിക്കും തോറും നമ്മളിങ്ങനെ മോക്ഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നലെ വരെ നമ്മൾ ജീവിച്ച ജീവിതമല്ല ഇന്ന് നമ്മുടെ ജീവിതം കുറേ മാറി. പൂർണ്ണമായി മാറി എന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പറയില്ല, ഒരുപാട് മാറി നമ്മുടെ ജീവിതം. കാരണം എന്താ? നമ്മൾ ഓരോ ക്ലാസ്സുകളിലൂടെയും നമ്മൾ ഓരോന്ന് പഠിച്ച് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് ജീവിതത്തിൽ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ മുന്നേറ്റം എന്തിനാണ്? മോക്ഷത്തിന് വേണ്ടിയാണ്. അപ്പൊ ആ മോക്ഷം കൊണ്ട് നമുക്ക് എപ്പോഴും ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോ കൃഷ്ണദ്വൈപായനൻ ചൊല്ലിത്തന്ന കഥകൾ കേട്ട് ഞങ്ങൾക്ക് ഇനിയും മതിയായിട്ടില്ല. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. അപ്പോ സകല ഗുണങ്ങൾക്കും നിദാനമായ പവിത്രമായിരിക്കുന്ന ജഗത് ജനനിയുടെ ചരിത്രം എത്ര വിചിത്രമാണ്. ഈ ഭഗവതിയുടെ കാര്യം പഠിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതെല്ലാവർക്കും സാധിക്കുന്ന കാര്യവുമല്ല. നമ്മൾ ഒരുപാട് ദേവിയുടെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ വായിക്കും. പക്ഷേ ദേവീ ഭാഗവതം അത് നമ്മളൊന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കി എടുക്കുക, പഠിക്കുക എന്ന് പറയുന്നത് നിസാരമായ കാര്യമല്ല. എല്ലാ പാപങ്ങളും, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന
എല്ലാ പാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ഈ ഒരു ദേവി ഭാഗവതം നമ്മൾ പഠിക്കുകയാണെങ്കിൽ നാശകാരണമായിരിക്കുന്ന നമ്മുടെ സമസ്ത ദുരിതങ്ങളും നമ്മളിൽ നിന്ന് അകന്നു പോകും. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇത് പഠിച്ചിരിക്കണം. ഓക്കെ, അങ്ങനെ ശ്രീമദ് ദേവി ഭാഗവതത്തിൽ 1-ാം സ്കന്ധത്തിൽ 3-ാം പുരാണ നിർണയത്തിലേക്കാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ശൃണന്തു സംപ്രവക്ഷ്യാമി പുരാണാനി മുനീശ്വര യഥാ ശ്രുതാനി തത്വേന വ്യാസാ സത്യവതീ സുദാദാത് മദ്വയം ബദ്വയം ചൈവാഭത്രയം വച്ചതുഷ്ടയം ആജ്ഞാഭലിംഗാഹു സ്കാ നീ പുരാണാനി പൃഥ്വക് പൃഥ്വക് എന്ന് പറഞ്ഞാൽ വ്യാസനിൽ നിന്നും ഗ്രഹിച്ച പുരാണങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ സൂതൻ പറയുന്നത്. മായിൽ തുടങ്ങുന്ന 2 പുരാണങ്ങൾ, കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല, കേട്ടാ മതി. കേട്ട് മെല്ലെ മനസ്സിലാക്കി പോവുക കേട്ടോ. മായിൽ തുടങ്ങുന്ന 2 പുരാണങ്ങൾ, ഭായിൽ 2, മായിൽ 2, ഭായിൽ 2, ഭരണിയുടെ ഭായിൽ 2, ബലൂണിന്റെ ഭായിൽ 3. ഓക്കെ, പിന്നെയോ വായിൽ തുടങ്ങുന്ന വാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന 4 പുരാണങ്ങൾ. ഇനി ആ ന പ ലിം ഗ കു സ്ക സ് ക എന്നീ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന ഓരോരോ പുരാണങ്ങൾ. ഓക്കെ, എന്നിങ്ങനെ 18 പുരാണങ്ങൾ. അതിലെ ശ്ലോക സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഖ്യയോട് കൂടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഏതൊക്കെ പുരാണങ്ങളാന്ന് ഓർത്തു കഴിഞ്ഞാൽ മായിൽ തുടങ്ങുന്ന 2 പുരാണങ്ങൾ ഏതൊക്കെയാണ്? മായിൽ തുടങ്ങുന്ന 2 പുരാണങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് വേഗം ടൈപ്പ് ചെയ്തിടൂ, സമയമാവും. മായിൽ തുടങ്ങുന്ന നമ്മുടെ 2 പുരാണങ്ങൾ ഏതൊക്കെയാണ്? മത്സ്യപുരാണം 1. ഇത് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്ക് 18 പുരാണങ്ങൾ എടുത്തരും. ഇവിടെ ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട് 18 പുരാണം. മായിൽ തുടങ്ങുന്ന 2 പുരാണങ്ങൾ എന്ന് പറഞ്ഞാൽ മത്സ്യപുരാണം, മാർക്കണ്ഡേയ പുരാണം. ഓക്കെ, അതിൽ എത്ര ശ്ലോകങ്ങൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് മത്സ്യപുരാണത്തിൽ 14,000 ശ്ലോകങ്ങളുണ്ട്. ക്ലിയർ? ഇനി മാർക്കണ്ഡേയ പുരാണത്തിലാണെങ്കിൽ 9,000 ശ്ലോകങ്ങളുണ്ട്. അപ്പൊ മായിൽ തുടങ്ങുന്ന 2 പുരാണങ്ങളായി. ഇനിയോ ഭരണിയുടെ ആ ബായിൽ തുടങ്ങുന്ന ഏതാണ്? ഭവിഷ്യപുരാണം. കേട്ടിട്ടില്ലേ? ഭവിഷ്യപുരാണത്തിൽ 14,500 ശ്ലോകങ്ങളുണ്ട്. എത്ര? 14,500. ഇനി ഭാഗവത പുരാണം, ഭായിൽ 2 പുരാണങ്ങൾ പോകുന്നുണ്ട് അല്ലെ? ഭവിഷ്യപുരാണവും പോകുന്നുണ്ട്, ഭാഗവത പുരാണവും പോകുന്നുണ്ട്. അതിൽ 18,000 ശ്ലോകങ്ങൾ. പിന്നെയോ ബലൂണിന്റെ ബായിൽ തുടങ്ങുന്നതോ 3 പുരാണങ്ങളുണ്ട്. ഏതൊക്കെയാണ് ബലൂണിന്റെ ബായിൽ തുടങ്ങുന്ന 3 പുരാണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രഹ്മപുരാണം, ബ്രഹ്മാണ്ഡ പുരാണം, ബ്രഹ്മവൈവർത്ത പുരാണം. ഓക്കെ, ബ്രഹ്മപുരാണം, ബ്രഹ്മാണ്ഡ പുരാണം, ബ്രഹ്മവൈവർത്ത പുരാണം. അതില് 10,000 ശ്ലോകങ്ങൾ, 10,100 ശ്ലോകങ്ങൾ, 18,000 ശ്ലോകങ്ങൾ, അങ്ങനെയുണ്ട്. പിന്നെ വരുന്നത് എന്താണ്? 4 വായിൽ തുടങ്ങുന്ന ശ്ലോകങ്ങൾ. വള്ളിയുടെ ആ 4 വായിൽ തുടങ്ങുന്ന ശ്ലോകങ്ങൾ എന്ന് പറയുമ്പം വാമനപുരാണം, വായുപുരാണം, വിഷ്ണുപുരാണം, വരാഹപുരാണം, അങ്ങനെ 4 പുരാണങ്ങൾ. ഏതൊക്കെയാണ്? വാമനപുരാണം, വായുപുരാണം, വിഷ്ണുപുരാണം, വരാഹപുരാണം. അപ്പൊ അതില് 10,000 ശ്ലോകങ്ങൾ, 24,600 ശ്ലോകങ്ങൾ, 23,000 ശ്ലോകങ്ങൾ, 24,000 ശ്ലോകങ്ങൾ. ക്ലിയർ? ഇനി ആയിൽ തുടങ്ങുന്ന ഒറ്റ ശ്ലോകം അതേതാണ്? അഗ്നിപുരാണം. അതിൽ 16,000 ശ്ലോകങ്ങളുണ്ട്. ക്ലിയർ? പിന്നെ നാരദീയ പുരാണം കേട്ടിട്ടില്ലേ? അതിൽ 25,000 ശ്ലോകങ്ങളുണ്ട്. പിന്നെ പത്മപുരാണം, അതിൽ 55,000 ശ്ലോകങ്ങളുണ്ട്. പിന്നെ ലിംഗപുരാണം, അതാണ് ഇവിടെ പറയുന്നത് ലിംഗാകൂസ്ഖാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിം എന്ന് പറഞ്ഞാൽ ലിംഗപുരാണം. ലിംഗപുരാണത്തിൽ 11,000 ശ്ലോകങ്ങളുണ്ട്. പിന്നെ ലിം കഴിഞ്ഞ ഗരുഡ പുരാണം, അതിൽ നമുക്ക് 19,000 ശ്ലോകങ്ങൾ വരുന്നുണ്ട്. ഗരുഡ പുരാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നി അല്ലെ? അപ്പം ഇതില് ഗരുഡ പുരാണം കഴിഞ്ഞ് പിന്നെ പറയുന്നത് എന്താണ്? കൂർമ്മ പുരാണം. പിന്നെ നമുക്ക് വരുന്നത് സ്കന്ദപുരാണം. കൂർമ്മപുരാണത്തിൽ 17,000 ശ്ലോകങ്ങളും സ്കന്ദപുരാണത്തിൽ നമുക്ക് 81,000 ശ്ലോകങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ കഴിയുമ്പം 18 പുരാണങ്ങളിലേക്ക് പോകാം. ഇപ്പൊ ഏകദേശം മഹാഭാരതം കഴിയാറായി.
ഇനി ഗീത നമ്മൾ തുടങ്ങി ഇങ്ങനെ പോകണം. ഗീത ഒരു സൈഡിലൂടെ പൊക്കോട്ടെ, കുഴപ്പമില്ല, ഗീത കഴിയണ്ട എന്നുള്ളതാണ് എൻ്റെയും ഇഷ്ടം. അത് നമുക്ക് എപ്പോഴും ഒരു എന്താ പറയുക ഡെവലപ്മെന്റ്സ് തരുന്നൊരു ചാപ്റ്ററാണ് അല്ലേ. നമ്മൾക്ക് എന്നൊരു മോട്ടിവേഷൻ കിട്ടുന്ന ഒരു സംഭവമാണ് ഗീത. അതൊക്കെ കഴിയുമ്പോൾ നമുക്ക് 18 പുരാണങ്ങളിലേക്ക് പോവാം. 18 പുരാണം പഠിച്ചു കഴിഞ്ഞാൽ ആരായി നമ്മളൊക്കെ. അപ്പൊ ഇനി പറയാനുള്ളത്, നമുക്ക് ഈ പുരാണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. 18 പുരാണങ്ങളെ കുറിച്ച് പഠിച്ചു. മത്സ്യപുരാണം, മാർക്കണ്ഡേയ പുരാണം, ഭവിഷ്യപുരാണം, ഭാഗവത പുരാണം, ബ്രഹ്മപുരാണം, ബ്രഹ്മാണ്ഡ പുരാണം, ബ്രഹ്മവൈവർത്ത പുരാണം, വാമന പുരാണം, വായുപുരാണം, വിഷ്ണുപുരാണം, വരാഹപുരാണം, അഗ്നിപുരാണം, നാരദീയ പുരാണം, പിന്നെയോ പത്മപുരാണം, ലിംഗപുരാണം, ഗരുഡപുരാണം, കൂർമ്മപുരാണം, സ്കന്ദപുരാണം. ബിന്ദുമ്മേ സന്ധ്യക്ക് കിടന്നുറങ്ങരുതെന്ന് ഞാൻ പറയാറില്ലേ? കാലുമോൻ കഴിയിട്ട് തുളസിക്ക് വിളക്കി വെക്ക് ബിന്ദുമ്മേ. സന്ധ്യാസമയത്ത് വീട്ടിൽ കിടന്നുറങ്ങരുത്. എന്താ ഇത് ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ? ഇനി പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉപപുരാണങ്ങളെ കുറിച്ചാണ്. ഈ 18 പുരാണങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഉപപുരാണങ്ങളാണ്. ഈ ഉപപുരാണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സനൽകുമാരം, നാരസിംഹം, നാരദീയം, ശിവം, ദൗർവാസവം, കാപിലം, മാനവം, ഔംശനസം, വാരുണം, കാളികം, സാംബം, നന്ദീശ്വരം, സൗരം, പരാശരം, ആദിത്യം, മഹേശ്വരം, ഭാഗവതം, വാസിഷ്ടം. അങ്ങനെ ഉപപുരാണങ്ങൾ ഒരുപാടുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു 18 ഈ 18 പുരാണങ്ങൾ കൂടാതെ എന്താ പറയാ 18 ഉപപുരാണങ്ങൾ നമുക്ക് വേറെ കിടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും ഇതെല്ലാം എഴുതിയ ശേഷം എന്ത് ചെയ്തു? വ്യാസൻ എന്ത് ചെയ്തു? വ്യാസമഹർഷി നേരെ മഹാഭാരതം എന്നൊരു ഇതിഹാസവും കൂടെ അങ്ങ് എഴുതി. എന്താണ്? മഹാഭാരതം എന്ന് പറയുന്ന ഒരു ഇതിഹാസവും കൂടെ അങ്ങ് എഴുതി വെച്ചു. അതോടുകൂടി നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എവിടെ എന്ത് ഏത് എങ്ങനെയെന്നുള്ളത് നമുക്ക് ആർക്കും ഒരു പിടി കിട്ടുന്നില്ല. 18 പുരാണവും 18 ഉപപുരാണവും അതുപോലെ തന്നെ എന്താണ് പൊന്നു നിഷ മാതാജി, എന്റെ കോൺസെൻട്രേഷൻ കളയല്ലേ. നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ പറയാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മഞ്ജരീസിലേക്ക് മെസ്സേജ് അയച്ചിട്ട് പ്ലീസ് മാതാജി. ഞാൻ ഈ നിങ്ങളുടെ കമന്റ്സ് നോക്കുമ്പോൾ എനിക്ക് എന്റെ കോൺസെൻട്രേഷൻ പോവാണ്. ഇത് പറയാൻ പറ്റുന്നില്ല ഇവിടെ ഇരുന്നിട്ട്. ദൈവത്തോർത്ത് ഇങ്ങനെ ചെയ്യല്ലേ നിഷ മാതാജി. എത്ര ദിവസം കൊണ്ട് ക്ലാസ്സിൽ പറയുന്ന കാര്യമാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചിടും മാതാജി. ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് വർക്കുണ്ട്, ഞാൻ അങ്ങോട്ട് പോകണം. ഇല്ലെങ്കിൽ എനിക്ക് അവിടെ നിന്ന് നല്ല ആട്ട് കിട്ടും സ്റ്റുഡിയോന്ന്. മനസ്സിലായില്ലേ? അവർ മണിക്കൂറിന് റെന്റിനെടുത്തിട്ടതാണ്. അത് ഡബ് ചെയ്ത് തീർത്തു കൊടുക്കണം. ഇന്ന് 10 മണിയാകുമ്പോഴത്തേക്ക് തീർത്തു കൊടുക്കാനുള്ള വർക്കാണ്. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മഞ്ജരീസിൽ മെസ്സേജ് അയച്ചിടൂ, ഞാൻ നോക്കിക്കോളാം. ക്ലാസ്സിന്റെ ഇടയ്ക്ക് കമന്റ്സ് ഇങ്ങനെ ഇടാതെ. അപ്പം 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും എഴുതിയിട്ട് വ്യാസമഹർഷി എന്ത് ചെയ്തു? പിന്നെ മഹാഭാരതം എന്ന് പറയുന്ന ഒരു വലിയ ഇതിഹാസവും കൂടെ അങ്ങ് എഴുതി. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനായി. എന്താണ്? പുരാണങ്ങൾ പഠിക്കണോ? ഉപപുരാണങ്ങൾ പഠിക്കണോ? വേദങ്ങൾ പഠിക്കണോ? ഇതിഹാസങ്ങൾ പഠിക്കണോ? ഗീത പഠിക്കണോ? ഭാഗവതം പഠിക്കണോ? ഇതാണ് ആക്ച്വലി നമുക്ക് പറ്റിപ്പോയത്. പക്ഷെ ഇതിന്റെ എല്ലാം ഒരു എന്താ പറയാ അടുക്കും ചിട്ടയോടും കൂടി ഇതിങ്ങനെ ഉണ്ടായതാണ്, ഇതിങ്ങനെ ഉണ്ടായതാണ്, ഇത് ഇതിനോട് ഉപമിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു ബന്ധത്തോടെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും തെറ്റുപറ്റില്ല. നമുക്ക് കണക്ഷൻ വിട്ടുപോയതാണ് നമുക്കിത് ഒന്നും എവിടെയും നമ്മൾ എത്താത്തത്. അപ്പൊ ആ കണക്ഷനാണ് നമ്മളിപ്പം ഇവിടെ ഇങ്ങനെ കൊണ്ടുവരുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ആ കണക്ഷനിലൂടെയാണ് നമ്മൾ ഇവിടെ മുന്നോട്ട് പോകുന്നത്. 18 പുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ, പിന്നെന്ത് ചെയ്തു? ഇതെല്ലാം എഴുതിയ ശേഷം വലിയൊരു ഇതിഹാസവും കൂടെ അങ്ങ് എഴുതി. അപ്പൊ മഹാഭാരതം എന്ന് പറയുന്നത് ഇതിഹാസമാണ്. ആ ഇതിഹാസമാണ് നമ്മൾ രാത്രി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെല്ലാ പേരുകളും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട, കേട്ട് കേട്ട് പോവുക. കേൾക്കാൻ സാധിക്കുന്നത് തന്നെ നമ്മുടെ ഈ ജന്മത്തിന്റെ പവിത്രതയാണ്. ഓക്കെ, ഓരോ മന്വന്തരത്തിലും ലോകഹിതത്തിനായിട്ട്, അതായത് ലോകത്തിന്റെ നന്മയ്ക്കായിട്ട് വ്യാസമഹർഷി എന്ത് ചെയ്തു? പുരാണ നിർമ്മിതി ചെയ്യുന്നത് ദ്വാപരയുഗത്തിലാണ്. അതായത് ഓരോ മന്വന്തരത്തിൽ, ഈ മന്വന്തരം എന്താന്നൊക്കെ ഉള്ളത് മുന്നോട്ട് നമ്മുടെ വേദിക് കോസ്മോളജി ക്ലാസ് എടുക്കുമ്പോൾ
ഓരോ മന്വന്തരവും എത്ര വർഷമാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. എല്ലാം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഓരോ മന്വന്തരവും എത്ര വർഷമാണ്, അപ്പൊ ആ വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോ ഈ വ്യാസ മഹർഷി പുരാണ നിർമ്മിതി ചെയ്യുന്നത്, ഓരോ പുരാണങ്ങളും നിർമ്മിതി ചെയ്യുന്നത് എപ്പോഴാണ്? ദ്വാപര യുഗത്തിലാണ്. ഇത് കലിയുഗമാണ്. ദ്വാപര യുഗത്തിലാണ് ഇദ്ദേഹം ഇത് ചെയ്യുന്നത്. വേദങ്ങളെ കുറിച്ച് അദ്ദേഹം കൃത്യമായിട്ട് വ്യസിക്കുന്നത്, അതായത് കൂടുതൽ എന്താ പറയാ, നമ്മൾ പറയാറില്ലേ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ എഴുതുന്നതും വേദങ്ങളെ അടുക്കും ചിട്ടയോടുകൂടി നമുക്ക് തരുന്നതും എല്ലാം എപ്പോഴാണ്? ഇതേ യുഗത്തില്, ദ്വാപര യുഗത്തില്. ക്ലിയർ? ഇതുവരെ മനസ്സിലായോ? ദ്വാപര യുഗത്തില് ഡൗട്ടൊന്നുമില്ലല്ലോ? ഇതുവരെ ക്ലിയർ ആണെങ്കിൽ പറയണേ. കലിയുഗത്തില് ബ്രാഹ്മണർക്ക് ആയുസ്സും ബുദ്ധിയും കുറയുന്നതിനാൽ, കലിയുഗത്തില് ബ്രാഹ്മണർക്ക് ആയുസ്സും കുറയും ബുദ്ധിയും കുറയുമെന്നതിനാൽ അദ്ദേഹം എന്തു ചെയ്തു? ഓരോ യുഗത്തിലും പോയിട്ട് ദേവീ ഭാഗവതം എഴുതുന്നു. ഓരോ യുഗത്തിലും ദേവീ ഭാഗവതം ഇങ്ങനെ ചമച്ചുകൊണ്ടേയിരിക്കുകയാണ്. കലിയുഗത്തിൽ ബ്രാഹ്മണർക്ക് ആയുസ്സും കുറവാണ് ബുദ്ധിയും കുറവാണ്. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ? കാരണം അവരുണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ ഈ ഒരു ജ്ഞാനത്തിൽ ഉയർന്നു വരാൻ പറ്റും. അപ്പൊ എന്താ ഉണ്ടാവുക? അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഓരോ യുഗത്തിലും ദേവീ ഭാഗവതം ചമയ്ക്കുന്നു. അനഭ്യസ്തരായവർക്ക്, അതായത് നമ്മൾക്ക് അധികം ജ്ഞാനം കിട്ടാത്തവർ, അതായത് നമ്മളെ പോലെയുള്ള ആൾക്കാർ, എന്നെയും നിങ്ങളെയും പോലെയുള്ള ആളുകൾ, അങ്ങനെ തന്നെ പറയണം, സാധാരണക്കാരായിരിക്കുന്ന നമ്മളെ പോലെയുള്ളവർക്ക് വേദാധ്യായനം. നമുക്കൊന്നും കുഞ്ഞുനാളിൽ അങ്ങനെ വേദങ്ങൾ പഠിക്കാനൊന്നും നമ്മുടെ വീടുകളിൽ നിന്ന് വിടാറില്ല. അത് ബ്രാഹ്മൺസ് ആണെങ്കിൽ വിടും. പക്ഷേ നോർമൽ ഫാമിലിയിലുള്ളവരൊന്നും എന്താ പറയാ, വേദങ്ങളൊന്നും പഠിക്കാനൊന്നും അങ്ങനെ നമുക്കൊരു സാഹചര്യം ഇല്ല അല്ലെ? അപ്പം അങ്ങനെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് എന്താണ്? വേദാധ്യായനം വിധിച്ചിട്ടില്ലാത്തതിനാൽ, വേദം പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതിനാൽ അവരുടെ നന്മയ്ക്കായിട്ടാണ് പുരാണങ്ങൾ എഴുതപ്പെട്ടത്. ഓക്കെ, അവരുടെ നന്മയ്ക്കായിട്ടാണ് പുരാണങ്ങൾ എഴുതപ്പെട്ടത്. മനസ്സിലാക്കണം. അപ്പൊ ഈ പുരാണങ്ങള് നമ്മുടെയൊക്കെ ജീവിതത്തിന് വേണ്ടിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾക്കിത് അറിഞ്ഞുകൂടാ. നമുക്ക് അറിഞ്ഞുകൂടെന്ന് മാത്രമല്ല, നമുക്ക് നമ്മളെ ഒന്നും കുറ്റപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ ജനിച്ച സാഹചര്യം, വളർന്ന സാഹചര്യം, അല്ലെങ്കിൽ നമ്മൾ കടന്നുപോയ നിമിഷങ്ങള്, ഈ സമയങ്ങളിലൊന്നും നമുക്ക് എന്താ പറയാ, വേദങ്ങളെ പോയിട്ട് നമുക്കിതൊന്നും അറിയില്ല. പക്ഷെ ഗുരുവായൂരപ്പന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് എന്തൊക്കെയോ എവിടേക്കോ കുറച്ച് കിട്ടി. അത് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പോവാണ് അല്ലെ? അപ്പൊ അത് ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പുരാണങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് നമ്മളെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. വൈവസ്വതം എന്ന 7-ാം മന്വന്തരത്തിൽ, വൈവസ്വതം എന്ന് പറയുന്ന 7-ാം മന്വന്തരത്തില് 28-ാമത്തെ ദ്വാപരത്തിൽ വ്യാസഭഗവാൻ ആരായിട്ട് ജനിക്കുന്നറിയോ? ദ്രൗണിയായിട്ട് ജനിക്കും. വ്യാസഭഗവാൻ ദ്രൗണിയായിട്ട് ജനിക്കും. ക്ലിയർ? ദ്രൗണി എന്നൊരു പേര് നമ്മൾ കഴിഞ്ഞ മഹാഭാരതത്തിൽ പഠിച്ചിട്ടുണ്ട്. ദ്രൗണിയായിട്ട് ജനിക്കും. വ്യാസന്മാർ 27 അവരെല്ലാവരും പുരാണങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ മന്വന്തരത്തിലും ഓരോ വ്യാസഭഗവാൻ ഉണ്ടാവുന്നുണ്ട്. ഇവരെല്ലാവരും 27 അപ്പം ഇവരെല്ലാവരും പുരാണങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെയും അപ്പുറത്തേക്ക് എന്താണ്? പുരാണങ്ങളും അതും ഇതും ഒക്കെ ഉണ്ട്. മനസ്സിലായില്ല? അത്രയുണ്ട്. പക്ഷെ നമുക്കിതൊന്നും അത്രയ്ക്ക് അറിഞ്ഞുകൂടാ. നമുക്കിതൊന്നും ഒരു ഐഡിയ ഇല്ല. എത്ര, എങ്ങനെ, ഏതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല നമുക്ക്. നമ്മൾക്ക് ഇപ്പൊ കയ്യിൽ കിട്ടിയ പുരാണങ്ങൾ പോലും നമ്മളൊന്ന് കൈകൊണ്ട് തൊട്ടിട്ടില്ല. 18 പുരാണങ്ങളും തൊട്ടിട്ടില്ല, 4 വേദങ്ങളും തൊട്ടിട്ടില്ല. ബിന്ദുമ്മ, ആ ഡോറടച്ച, അവര് പുറത്തുനിന്ന് സംസാരിക്കുന്നു. അപ്പൊ 18 പുരാണങ്ങളും ഉപപുരാണങ്ങളും വേദങ്ങളും ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ആലോചിക്കുന്നു. തൊട്ടിട്ട് പോലില്ല നമ്മൾ കുറേ ക്ഷേത്രങ്ങളിൽ പോയിട്ട് കുറേ സത്സംഗങ്ങൾ കേട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ വിളക്ക് വെക്കരുത്, ഇങ്ങനെ വിളക്ക് വെക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് കേട്ട് വന്നത്. പക്ഷെ നമ്മളായി ജീവിച്ച് നമ്മൾ ഇതൊന്നും കേട്ടിട്ടില്ല അല്ലെ? അപ്പൊ നമ്മൾ മഞ്ജരീസിലൂടെ ഓരോ ലൈൻ ബൈ ലൈനാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കണം.
മുൻ യുഗങ്ങളിലെ വ്യാസന്മാർ ഇനി പറയുന്നവരാണ്. മുൻ യുഗങ്ങൾ, നമ്മൾക്ക് മുമ്പേ, ഈ കലിയുഗത്തിന് മുമ്പേ ഉണ്ടായിരുന്ന യുഗത്തിലെ വ്യാസന്മാർ ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യ ദ്വാപരത്തിൽ സ്വയം നാൻമുഖനാണ് വേദം വ്യസിച്ചത്. നാൻമുഖൻ ആണ്. ആരാണ് നാൻമുഖൻ? ആരാണ്? ബ്രഹ്മദേവൻ. അദ്ദേഹമാണ് വേദം നൽകിയിരിക്കുന്നത്. എവിടെ? ആദ്യ ദ്വാപരത്തിൽ, ഫസ്റ്റ് ദ്വാപരത്തില് ബ്രഹ്മദേവനാണ് നമുക്ക് തന്നിരിക്കുന്നത്. രണ്ടാമത്തതിൽ പ്രജാപതി, മൂന്നാമത്തതിൽ ഉഷനസ്, ഇതൊന്നും ഓർത്ത് വെക്കണ്ട കേട്ടോ. നാലാമത്തതിൽ ബൃഹസ്പതി, അഞ്ചാമത്തതിൽ സവിതാവ്, ആറാമത്തതിൽ മൃത്യു, ഏഴാമത്തതിൽ മഘവാൻ, മഘവാൻ, എട്ടിൽ വസിഷ്ഠൻ, ഒൻപതിൽ സാരസ്വതൻ, പത്തിൽ ത്രിധാമാവ്, പതിനൊന്നിൽ ത്രിവൃഷൻ, പന്ത്രണ്ടിൽ ഭരദ്വാജൻ, പതിമൂന്നിൽ അന്തരീക്ഷൻ, പതിനാലിൽ ധർമ്മൻ, പതിനഞ്ചിൽ ത്രയ്യാരുണി, പതിനാറിൽ ധനഞ്ജയൻ, പതിനേഴിൽ മേധാതിഥി, പതിനെട്ടിൽ വ്രതി. ഓർത്ത് വെക്കേണ്ട, കേട്ടുപോയാൽ മതി, അത് തന്നെ പുണ്യമാണ്. 19 അത്രി, ചില പേരൊക്കെ നമുക്ക് കേട്ട് പരിചയം ഉണ്ടാവും, പക്ഷെ ഇവരാരാന്നറിയില്ല. 23 വജശ്രവ്, 24 സോമൻ, 25 അമുഷ്യായണൻ, 26 തൃണബിന്ദു, 27 ഭാർഗവൻ, 28 ജാതുകർണ്യൻ, പിന്നെ കൃഷ്ണദ്വൈപായനൻ. ഓക്കെ, ഇങ്ങനെ ഓരോ മുൻ യുഗങ്ങളിലും വ്യാസന്മാരുണ്ടായിട്ടുണ്ട്. ആ വ്യാസന്മാരുടെ പേരാണ് ഇവിടെ കേട്ടത്. ഇവരാണ് ഇങ്ങനെ പുരാണങ്ങളും വേദങ്ങളും എല്ലാത്തിനും ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്നത്. ക്ലിയർ? കൃഷ്ണദ്വൈപായനിൽ നിന്നാണ് നമ്മൾ ഭാഗവത പുരാണം കേട്ടത്. എന്താണ്? കൃഷ്ണദ്വൈപായനിൽ നിന്നാണ് നമ്മൾ ഭാഗവത പുരാണം കേട്ടിരിക്കുന്നത്. വേദരസം കഴിയുന്നതും, അതായത് ഈ വേദങ്ങൾ കഴിയുന്നതും സാധകർക്ക്, അതായത് നമ്മളിത് കേൾക്കുന്നവർക്ക് എന്താണ്? ആനന്ദത്തെയും നമുക്ക് സന്തോഷത്തെയും അതുപോലെ സർവാഭീഷ്ടങ്ങളെയും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്നവർക്ക് ആനന്ദം മാത്രമല്ല, സർവാഭീഷ്ടവും കൂടെ ലഭിക്കുകയാണ്. നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ, ആവശ്യങ്ങളുണ്ടോ, അതെല്ലാം നമുക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ പറയുന്ന ഭാഗവതം എന്ന് പറഞ്ഞാൽ മോക്ഷദായകമാണ്. നമ്മൾക്ക് മോക്ഷം ലഭിക്കാനുള്ള ഏക മാർഗമാണിത്. ക്ലിയർ? സകല ദുഃഖങ്ങളും ഇല്ലാതാക്കുന്ന ഈ പുരാണം, നമ്മുടെ എല്ലാവരുടെ ദുഃഖങ്ങളും ഇല്ലാതെയാക്കുന്ന ഈ പുരാണം സജ്ജനങ്ങൾക്ക്, കേൾക്കാൻ ആഗ്രഹിക്കുന്ന, ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്നും പ്രിയപ്പെട്ടതാണ്, എപ്പോഴും പ്രിയപ്പെട്ടതാണ്. അത്യന്തം മഹനീയമായിരിക്കുന്ന ഈ ഭാഗവതം, കേൾക്കാൻ ഏറ്റവും മനോഹരമായിരിക്കുന്ന ഈ ഭാഗവതം വ്യാസൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ മകനായിരിക്കുന്ന ശുഗനെ പഠിപ്പിച്ചു. വ്യാസൻ അദ്ദേഹത്തിന്റെ മകനായ ശുഗനെ പഠിപ്പിച്ചു. ഗുരുപ്രസാദത്താൽ, അതായത് ഗുരുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ അത് കേട്ട് പഠിച്ചതാണ് എന്നാണ് ശുഗൻ പറയുന്നത്. ഇത് അച്ഛനിൽ നിന്ന് കേട്ട് പഠിച്ചതാണെന്ന് പറയുന്നു. അരണിയിൽ നിന്നുണ്ടായ അയോനിജനായിരിക്കുന്ന മകന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് വ്യാസൻ ഈ പുരാണത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അമ്മയുടെ പേരെന്താണ്? അരണി. അരണിയിൽ നിന്നുണ്ടായ അയോനിജനായിരിക്കുന്ന മകൻ ശുഗൻ. ശുഗന് ഉണ്ടായ സംശയത്തിനുള്ള മറുപടിയായിട്ടാണ് വ്യാസൻ ഈ പുരാണം പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ശ്രീമദ് ദേവി ഭാഗവതത്തിന്റെ അത് പഠിച്ചു കഴിഞ്ഞാൽ അത് ശ്രീ ശുഗൻ സംസാര ജലധിയെ, അതായത് ഈ ലോകത്തിന്റെ ദുരിതങ്ങളിൽ നിന്ന് പെട്ടെന്ന് തന്നെ തരണം ചെയ്തു. അപ്പൊ നമ്മളും ഈ പ്രയാസങ്ങളെല്ലാം അനുഭവിക്കുമ്പോ ശ്രീമദ് ദേവി ഭാഗവതമാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ ഈ പ്രയാസങ്ങളിൽ നിന്നെല്ലാം നമുക്ക് എളുപ്പം മോചനമാണ്. ചേതോഹരമായിരിക്കുന്ന ഈ കഥ കലിയുഗത്തിൽ കലിയുഗത്തിന്റെ ഭയത്തിൽ നിന്ന് നമുക്ക് മോചനം നൽകും. കലിയുഗത്തെക്കുറിച്ചുള്ള ആ ഭയം നമ്മളിൽ നിന്ന് അകറ്റും. സദാചാരങ്ങൾ ഇല്ലാത്തവനാണെങ്കിലും ഈ കലിയുഗത്തിൽ ആർക്കും സദാചാര സ്വഭാവം ഇല്ല, അല്ലെ? വേദവിധികളെ ആരും മാനിക്കുന്നില്ല, വേദങ്ങളെയും അതിന്റെ വിധികളെയൊന്നും മാനിക്കുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, പാപികളായ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആരുമായിക്കോട്ടെ,
ഈ കഥ കേൾക്കുന്നതോടുകൂടി ഒരാള്, ആ കേൾക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയിലെ കളങ്കങ്ങളെല്ലാം പോയിട്ട് മരണശേഷം യോഗികൾക്ക് മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന പരമപദത്തിലേക്ക് ആ വ്യക്തി എത്തിച്ചേരും. ക്ലിയർ? എത്ര വലിയ കൊടിയ പാപം ചെയ്ത ഒരാളും ആയിക്കോട്ടെ, വിഷയമല്ല. ആ വ്യക്തി ദേവീ ഭാഗവതം കേട്ട ഒരാളാണെങ്കിൽ അവരവരുടെ മരണശേഷം യോഗികൾക്ക് മാത്രം എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് എത്തുന്ന പറയുന്നത്. നിർഗുണയായിരിക്കുന്ന ദേവി ഹരാദികൾക്ക് പോലും അപ്രാപിയാണെങ്കിലും ഭാഗവതത്തെ ശ്രദ്ധയോടെ കൂടി കേൾക്കുന്നവന്റെ ഹൃദയത്തിൽ അധിവസിക്കുന്നു. ഒരു യോഗ്യതയുമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും, എന്ത് വലിയ കഠിനമായ പാപം ചെയ്ത ഒരാളാണെങ്കിലും ശരി, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ പോലും ശ്രീമദ് ദേവീ ഭാഗവതം കേട്ട ഒരാളാണ് ആ വ്യക്തിയെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ആദിപരാശക്തി കുടികൊള്ളുന്ന പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സംസാര സാഗരത്തെ തരണം ചെയ്യാൻ, അതായത് ഈ ലോകത്തിലെ ദുരിതങ്ങളെയെല്ലാം മറികടക്കാൻ പൊങ്ങ് തടി പോലെയുള്ള, വെള്ളത്തിലിട്ടാൽ ആ പൊങ്ങ് ഇങ്ങനെ പൊങ്ങിക്കിടക്കും അല്ലെ, അങ്ങനെയുള്ള അതീവ പുണ്യദായകമായിരിക്കുന്ന ഈ പുരാണം നമുക്ക് അത്രയും ശ്രേയസ് നൽകും. ഇത് കേട്ട് കഴിഞ്ഞാൽ അത്രയും ശ്രേയസ് നമുക്ക് നൽകും. അപ്പോ എന്ത് വലിയ ദുരിതത്തിൽപ്പെട്ട ഒരാളാണെങ്കിലും ശരി, അതെല്ലാം ഭഗവതി അതെല്ലാം മാറ്റിയിട്ട് എന്താ പറയുന്നത്, നമ്മളൊരു ഉന്നതമായ സ്ഥലത്തെത്തും. എന്നാൽ ഇത് ശ്രദ്ധയോടുകൂടി കേൾക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ശ്രമിക്കാത്ത ഒരാൾ സ്വയം വഞ്ചിതരാകുന്നു. അവരെ തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് കേൾക്കുന്നത്, നമ്മളിവിടെ ഇരുന്ന് ഈ 2 മണിക്കൂറിൽ ഇത് പറയാൻ ശ്രമിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാണ്ടല്ല, നല്ല പ്രശ്നങ്ങളുണ്ട്. വർക്ക് തീർത്തു കൊടുക്കാത്തതിന് ചെവി തീർക്കുന്നുണ്ട്. നമ്മുടെ എന്താ പറയാ, നമ്മളെ അങ്ങ് ഇല്ലായ്മ ചെയ്യുന്നുണ്ട്. ഇട്ടിട്ട് ഉറക്കൊഴിച്ചിട്ടാണെങ്കിലും തീർത്തു കൊടുത്തേ പറ്റൂ എന്നുള്ള സ്റ്റേജിൽ വരേക്കും നമ്മൾ എത്തിയിട്ടുണ്ട്. എന്നാലും എന്തുകൊണ്ട് നമ്മൾ ഇത് പറയുന്നു? ഈ പ്രയാസങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വരാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ, ഇത് കേട്ട് കഴിയുമ്പോൾ, നമ്മളെ വെട്ടാൻ വേണ്ടി ഒരാൾ വാളും കൊണ്ട് വരികയാണെങ്കിൽ എന്താ ഉണ്ടാവുന്നത്? ആ ഒരു വാള് പോലും അയാളുടെ കയ്യിൽ നിന്ന് താഴെ വീഴും. മനസ്സിലായില്ലേ? ആ വാള് പോലും കയ്യിൽ നിന്ന് താഴെ വീഴും. അപ്പം അത്രയും നമ്മളോട് ഭഗവതി കാരുണ്യം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധയോടുകൂടി നമ്മൾ അത് മാത്രം ശ്രദ്ധിച്ചു കേൾക്കുക. പിന്നെന്താ പറയുന്നത്? ഭൗതിക സുഖങ്ങളിൽ ആസക്തി പൂണ്ടിട്ട് 2 കാതുകളിലും പരദൂഷണം കേൾക്കുന്ന മൂഢൻ സർവാർത്ഥങ്ങളെയെല്ലാം പ്രദാനം ചെയ്യുന്ന, അതായത് സർവാർത്ഥങ്ങളെയും പ്രദാനം ചെയ്യും ശ്രീമദ് ദേവി ഭാഗവതം. എല്ലാ ഗുണങ്ങളെയും നമുക്ക് നൽകും. അപ്പം ആ ഭാഗവതം കേൾക്കുന്ന വ്യക്തിയുടെ ജീവിതം അമ്മ ഭഗവതിയുടെ തൃക്കരങ്ങളിൽ സുരക്ഷിതമാണ്. ഇനി അത് ശ്രദ്ധയോടുകൂടി കേൾക്കാത്ത ഒരാളുടെ ജീവിതമാണെങ്കിലോ നരജന്മം വ്യർത്ഥമത്രേ, വേസ്റ്റ് ആണ് കേൾക്കാത്ത ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത്. അത് കേൾക്കുക, ശ്രദ്ധയോടെ കേൾക്കുക. അത് കേട്ടാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നേറാൻ പറ്റില്ല. കാരണം എന്താ? നമ്മൾ ജീവിക്കുന്നത് ഈ ഭൗതിക ലോകത്താണ്. ഈ ഭൗതിക ലോകത്തിന്റെ അധിപതി എന്ന് പറയുന്ന ആരാണ്? ഭഗവതിയാണ്. ആ ഭഗവതിയെ നമ്മൾ കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, നമ്മൾ ആ ഭഗവതിയുടെ തൃപാദങ്ങളിൽ അഭയം പ്രാപിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ ജീവിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഒരർത്ഥവും ഇല്ല, അല്ലേ? അപ്പൊ ആ ദേവിയാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്? ഈ ഭൗതിക ലോകത്ത് നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ അമ്മ ഭഗവതിയുടെ അനുഗ്രഹം വേണം, ഇല്ലാണ്ട് നടക്കൂല. ദേവിയുടെ അനുഗ്രഹം നമുക്ക് സിദ്ധിച്ചേ പറ്റൂ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ, എനിക്ക് തോന്നുന്നു ഭാരതത്തിൽ തന്നെ ദേവീ ആരാധനയാണ് കൂടുതൽ, അല്ലെ? കളി ആരാധന. അപ്പൊ അത്രയും നമ്മൾ അമ്മയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ശ്രീമതി രാധാറാണി, ഹരേ കൃഷ്ണ. ഹരേ എന്നാൽ എന്താണ്? രാധ. ആ രാധ തന്നെയാണ് ഈ ദേവി. എന്നിട്ടാണ് കൃഷ്ണ. ഭഗവാൻ പോലും ആ അമ്മയ്ക്ക് കൊടുത്ത സ്ഥാനം ആലോചിക്കണം. നമ്മൾ വെറുതെ അതിലേ ചുറ്റി ഇതിലേ ചുറ്റി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി നടന്നിട്ട് ഒരു കാര്യമില്ല. ആ ഭഗവതി എന്താണെന്ന് നമ്മൾ സീരിയസ് ആയിട്ട് അറിയണം. എല്ലാ തിരക്കുകളും ടെൻഷനും ഒക്കെ മാറ്റി വെച്ച്, പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവതിയുടെ തൃപ്പാദങ്ങളിൽ അഭയം പ്രാപിക്കണം. അല്ലാത്ത കാരണം ഇങ്ങനെ കിട്ടുന്ന സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കം സന്ദർഭങ്ങളാണ്.
അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ദേവി മഹിമാനുവർണ്ണനമാണ്. അത് ശ്രീമദ് ദേവി ഭാഗവതത്തിൽ 1-ാം അധ്യായത്തിൽ 4-മത്തത് വരുന്നത് ദേവി മഹിമാനുവർണ്ണനമാണ്. അതെന്താന്ന് നമുക്ക് നോക്കാം. ഓക്കെ. സൗമ്യാവാസസ്യ ഭാര്യായാം കസ്യാം ജാത സുദശുഗഃ കഥം വാ കീദൃശ്യോ യേന പഠിത്തേയം സുസ്വംഹിത അയോ നിജസ്ത്വയാ പ്രോക്ത തദാചാരണിജ ശുഗഃ സന്ദേഹോസ്തി മഹാംസ്തത്ര കഥയാധ്യാ മഹാമധേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷികൾ ചോദിക്കുകയാണ്, അല്ലയോ സൗമ്യ, വ്യാസന്റെ ഏതു ഭാര്യയിലാണ് ശുഗന്റെ ജനനം? വ്യാസന്റെ ഏതു ഭാര്യയിലാണ് ശുഗൻ ജനിച്ചിരിക്കുന്നത്? അരണി കടഞ്ഞുണ്ടായ അഗ്നിസ്ഫുലത്തിൽ നിന്നുമാണ് അദ്ദേഹം ഉണ്ടായത് എന്ന് അങ്ങ് പറഞ്ഞല്ലോ. ജനിച്ച ഉടനെ അദ്ദേഹം യോഗിയായിരുന്നു എന്നും കേട്ടിട്ടുണ്ട്. ആര്? ശുഗൻ. എങ്ങനെയാണ് ഈ പുരാണം അദ്ദേഹം പഠിച്ചത്? ഇതൊക്കെ ഒന്ന് നമുക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അല്ലെ? അപ്പൊ സൂതൻ പറയാണ്, പണ്ട് സരസ്വതീ നദീതീരത്തിലെ ഒരു വൃക്ഷത്തില് 2 കുരുവികളെ വ്യാസൻ കണ്ടു. എന്താണ്? സരസ്വതീ നദീതീരത്തിലെ ഒരു വൃക്ഷത്തില് 2 കുരുവികളെ വ്യാസൻ കണ്ടു. ചിറക് മുളച്ചിട്ടില്ലാത്ത കുഞ്ഞിക്കിളിയുടെ ചുവന്ന ചോരയുള്ള വായിൽ നിന്ന് തീറ്റ കൊണ്ടുപോയി കൊടുക്കാൻ ശ്രമിച്ച് ക്ഷീണിതരായിരിക്കുന്ന 2 കിളികളും, കുഞ്ഞിക്കിളിയുടെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ക്ഷീണിച്ചു പോയ 2 കിളികളും. എന്നാലും കുഞ്ഞിക്കിളിയോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ കാണിക്കാൻ ആ കുഞ്ഞിക്കിളിയുടെ അച്ഛനമ്മമാര് മറന്നില്ല. അവരങ്ങനെ സ്നേഹവും വാത്സല്യവും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇണക്കുരുവികൾക്ക് തങ്ങളുടെ കുഞ്ഞിനോടുള്ള ആ ഒരു സ്നേഹം കണ്ടിട്ട് വ്യാസൻ അങ്ങ് ചിന്തിക്കാൻ തുടങ്ങി. എന്തോ അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരക്കുകൾക്ക് തങ്ങളുടെ മക്കളിൽ ഇത്ര വാത്സല്യം ഉണ്ടെങ്കിൽ മനുഷ്യരുടെ കാര്യം പറയണം. ഒരു കിളിക്ക് ആ കുട്ടിയുടെ കാര്യത്തിൽ ഇത്രയും വാത്സല്യം ഉണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് സ്വന്തം കുഞ്ഞുങ്ങളോട് എത്ര വാത്സല്യം ഉണ്ടാവും? അവര് കർമ്മഫലകാംക്ഷികൾ കൂടിയാണല്ലോ. മനുഷ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മവും ഫലവും ഒക്കെ ആഗ്രഹിക്കും അല്ലെ? കർമ്മ ആഗ്രഹിക്കും, ഫലം ആഗ്രഹിക്കും, എല്ലാം ആഗ്രഹിക്കും. ഈ കുരുവിക്കുഞ്ഞ് വലുതായിട്ട് കല്യാണമൊക്കെ കഴിച്ചിട്ട് ആ ഭാര്യയുടെ മുഖം കണ്ട് സന്തോഷിക്കാനോ അല്ലെങ്കിൽ ധർമ്മിഷ്ഠനായിരിക്കുന്ന ഈ കുട്ടി, ഈ കുഞ്ഞിക്കുരുവി എന്താ പറയുന്നത്? അതിൻ്റെ അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടോ? ഇതൊന്നും കുരുവികള് ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലേ? അതൊന്നും അറിഞ്ഞൂടാ. ഈ കുഞ്ഞിക്കുരുവി അത്രയും സ്നേഹത്തോടെ അവർ നോക്കുന്നു. പക്ഷെ ഈ വലിയ അച്ഛനും അമ്മയായ കുരുവികള് ഈ കുഞ്ഞിക്കുരുവിയിൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അതും അറിഞ്ഞൂടാ. അവർക്ക് വേണ്ടിയിട്ട്, ഈ വലിയ കുരുവികളായ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് ഈ കുഞ്ഞിക്കുരുവി അച്ഛനമ്മമാര് മരിച്ചുപോയാല് ശ്രാദ്ധം നടത്തുമോ? അതും ഇല്ല. ലോകത്തിന്റെ ജീവിതത്തിൽ സുഖം എന്ന് പറയുന്നത് പരലോക പ്രാപ്തിക്ക്, അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞ് വേറെ ലോകത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സഹായിക്കുന്ന പുത്രനെ ആലിംഗനം ചെയ്യുക എന്നതാണ്. എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറെ ലോകത്തേക്ക് പോകണം അല്ലേ? പിതൃലോകത്തേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമുക്ക് ശ്രാദ്ധമൂട്ടൊക്കെ വേണം. ശ്രാദ്ധമൂട്ട്, ബലിതർപ്പണം അല്ലേ, നിമഞ്ജനം, അങ്ങനെ കുറേ ക്രിയകളുണ്ട്. ഓരോരോ ജാതിക്കനുസരിച്ച് ഒത്തിരി ഡിഫറെന്റ് ക്രിയകളുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് പൊതുവെ ആൺകുട്ടികളാണ്. അപ്പോൾ ഒരു ആൺകുട്ടിയുള്ള അച്ഛനും അമ്മയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുണ്യം ചെയ്തവരാണ് എന്ന് കരുതി പെൺകുട്ടികൾ മോശമാണെന്നല്ല പറയുന്നത്. പക്ഷേ ആണൊരുത്തൻ ചിതയ്ക്ക് തീവയ്ക്കാൻ വേണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹം തന്നെയാണ് അല്ലെ? നമ്മുടെ പഴയ ആളുകൾ പറയുന്നൊരു കാര്യമാണ്. ആണൊരുത്തൻ വേണം വീട്ടിൽ. എന്തിന്? നമ്മുടെ പട്ടടയ്ക്കൊരു തീ കൊളുത്താൻ. അതിൻ്റെ ഒക്കെ അടിസ്ഥാനം അതാണ്. പരലോകപ്രാപ്തി ലഭിക്കണമെങ്കിൽ ആണൊരുത്തന് നമ്മൾ ജന്മം കൊടുക്കണം. ആ കുട്ടി നമുക്ക് പിണ്ടോദക ക്രിയകൾ ചെയ്യാൻ വേണം. അതാണ് ആൺകുട്ടിയുടെ ജനനത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. പുത്രൻ ആർക്കുണ്ടോ അവർക്കേ സ്വർഗത്തിൽ പോകാൻ പറ്റും. പുത്രൻ ഇല്ലാത്തവര് സ്വർഗത്തിൽ പോവില്ല. വേദങ്ങളിൽ പറയുന്നതാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ പെൺകുട്ടികൾ മാത്രമുള്ള അച്ഛനമ്മമാര് വിഷമിക്കണം എന്നല്ല പറയുന്നത് കേട്ടോ. പുത്രനുള്ളവൻ പാപമുക്തൻ എന്ന് ഒരു ചൊല്ല് തന്നെയുണ്ട്. ആൺകുട്ടികളുള്ളവര് പാപമുക്തരാണ്. മരണകാലത്ത് പുത്രനില്ലാതെ ദുഃഖിക്കുന്നവന് വീട്ടിലെ ധനവും
മറ്റും ആരാണ് ഇനി നോക്കി നടത്തുക എന്നാലോചിച്ച് വിഷമിക്കും അല്ലേ. മരിക്കാൻ നേരം നമ്മൾ ചിന്തിക്കും, ചില അച്ഛനമ്മമാർ, എനിക്ക് എൻ്റെ വീട്ടിലുള്ള ഈ പൈസയും സ്വത്തുമൊക്കെ ഇനി ആര് നോക്കി നടത്തും, ഒന്നും അറിഞ്ഞൂടാ. ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വ്യാസൻ എന്ത് ചെയ്ത് മേരു പർവ്വതത്തിലേക്ക് നേരെ തപസ് ചെയ്യാൻ പോയി. ഏത് ദേവനെ ഉപാസിച്ചാലാണ് ഒരു മകൻ ഉണ്ടാവാനുള്ള ഒരു അനുഗ്രഹം ലഭിക്കുക? വിഷ്ണുവിനെയോ രുദ്രനെയോ ബ്രഹ്മദേവനെയോ അതോ ആദിത്യനെയോ അഗ്നിയെയോ ഷൺമുഖനെയോ വരുണനെയോ ഇങ്ങനെ ആലോചിച്ച് വ്യാസദേവൻ പോവാണ്. ആ സമയത്ത് നമ്മുടെ നാരദമുനി അവിടെ എത്തി. എന്നിട്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച് നമ്മുടെ നാരദമുനി ചോദിച്ചു, എന്താ വ്യാസ മഹർഷി അങ്ങയുടെ മുഖത്തൊരു വിഷമം, എന്താ കാരണം, എന്തുണ്ടായി, പറയൂ എന്ന് ചോദിച്ചു. അപ്പൊ വ്യാസദേവൻ പറഞ്ഞു, പുത്രനില്ലാത്തവന് ഗതിയില്ലല്ലോ, ആൺകുട്ടികളില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം, ഒരു ഗതിയില്ല, അതാണ് എൻ്റെ വിഷമം. ഏത് ദേവനെ പ്രാർത്ഥിച്ചാലാണ് എൻ്റെ ആഗ്രഹം എനിക്ക് നടന്നു കിട്ടുക? അത് അങ്ങ് പറഞ്ഞു തരൂ, അങ്ങ് നല്ല സർവജ്ഞാനിയല്ലേ, എല്ലാ കാര്യത്തെക്കുറിച്ച് അറിയുന്ന ഒരാളല്ലേ. അപ്പൊ ബ്രഹ്മാവ് ചോദിച്ചു, അപ്പൊ സൂതൻ പറയാണ്. ഇത് കേട്ടപ്പം വ്യാസനോട് നാരദമുനി പറഞ്ഞു, മഹാത്മാവേ, എൻ്റെ അച്ഛൻ മഹാവിഷ്ണുവിനോട് ഇതേ കാര്യമാണ് ചോദിച്ചത്. കൗസ്തുഭം മാറിനെ അലങ്കരിക്കുന്നവനും ദേവദേവനും ശംഖചക്രാദികൾ ധരിച്ചവനും സർവലോകത്തിനും കാരണമായിരിക്കുന്ന പീതാംബരധാരിയായിരിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിനെ സ്വയം ഉഗ്രതപസ്സിൽ മുഴുകിയിരിക്കുന്നത് കണ്ടിട്ട് എൻ്റെ അച്ഛൻ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ബ്രഹ്മാവ് ചോദിച്ചു, ദേവദേവ, എന്തിനാണ് അങ്ങ് തപസ് ചെയ്യുന്നത്? സർവജഗത്തിൻ്റെയും നാഥനായിരിക്കുന്ന അങ്ങ് ധ്യാനത്തിലിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് വിസ്മയം തീരുന്നില്ല. കാരണം എപ്പോഴും നമ്മുടെ ഭഗവാൻ യോഗനിദ്രയിലാണ് അല്ലെ, എന്തോ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ നാഭിയിൽ നിന്ന് വിരിഞ്ഞ താമരയിലല്ലേ ഞാനുണ്ടായത്, സൃഷ്ടികർമ്മങ്ങളെല്ലാം എന്നെ ഏൽപ്പിച്ചില്ലേ? അങ്ങയേക്കാൾ ആരാധ്യനായ ദേവൻ ആരാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണവും കാര്യവും അങ്ങ് തന്നെ. അങ്ങയുടെ ഇച്ഛയ്ക്കൊത്ത് ഞാൻ സൃഷ്ടിക്കുന്നു. ബ്രഹ്മദേവൻ പറയാണ് വിഷ്ണുവിനോട്, അങ്ങയുടെ നാഭിയിൽ വന്ന താമരയിലാണ് ഞാൻ ഉണ്ടായത്, അങ്ങ് പറയുന്നതിനനുസരിച്ചാണ് ഞാൻ സൃഷ്ടി നടത്തുന്നത്. മഹേശ്വരൻ ഉചിതമായിരിക്കുന്ന രീതിയിൽ അങ്ങയുടെ തീരുമാനപ്രകാരം സംഹാരവും നടത്തുന്നു. അങ്ങയുടെ ആജ്ഞാനുവർത്തികളാണ് ഞങ്ങൾ രണ്ടുപേരും. ആര്? ബ്രഹ്മദേവനും മഹാദേവനും. അഗ്നിയും സൂര്യനും അനിലനും മേഘവും എല്ലാം അങ്ങയുടെ നിയന്ത്രണത്തിലാണ്. അഗ്നിയും സൂര്യനും കാറ്റും വായുവും മേഘങ്ങൾ വരെ അങ്ങയുടെ നിയന്ത്രണത്തിലാണ്. എന്നിട്ടും അങ്ങ് മറ്റൊരു ദേവനെ ഉപാസിക്കുന്നു. എന്താ കാര്യം? അതെനിക്ക് അങ്ങ് പറഞ്ഞു തരൂ. മഹാത്മാക്കൾക്കൊന്നും ഒളിക്കാനില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോ വിഷ്ണു ഭഗവാൻ ഒരു കാര്യം പറഞ്ഞു. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായിരിക്കുന്ന നമ്മൾ ത്രിമൂർത്തികൾക്ക് സൃഷ്ടിസ്ഥിതി സംഹാര പ്രഭവ ഭാവങ്ങൾ ഉണ്ടെന്നുള്ളതാണ് പൊതുവെയുള്ളൊരു ധാരണ. എന്നാൽ നമ്മൾ ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് പരാശക്തിയുടെ കൽപ്പനയ്ക്കനുസരിച്ചാണെന്നാണ് വേദജ്ഞർ പറയുന്നത്. വിഷ്ണു എന്താ പറയുന്നത്? സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയായിരിക്കുന്ന നമ്മൾ ത്രിമൂർത്തികൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് പൊതുവെയുള്ളൊരു ധാരണ. പക്ഷേ നമ്മൾ ചെയ്യുന്നത് ആദിപരാശക്തിയുടെ തീരുമാനപ്രകാരമാണ്. വിശ്വസൃഷ്ടിക്കു പിറകിൽ, ഈ ലോകം ജനിച്ചതിന് പിന്നിൽ രജസ്വരൂപത്തിൽ നിന്നിലും സ്ഥിതി പരിപാലനത്തിനായി സാത്വിക രൂപത്തിലും എന്നിലും സംഹാരത്തിനായി താമസരൂപത്തിൽ രുദ്രനിലും നിലകൊള്ളുന്നത് ദേവി തന്നെയാണ്. 3 ഗുണങ്ങളിലും നിലകൊള്ളുന്നത് സാക്ഷാൽ ഭഗവതി തന്നെയാണ്. ദേവിയുടെ ശക്തി സ്രോതസ് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത്. ശക്തിക്ക് അധീനരാണ് നമ്മളെന്ന് കാണിക്കാൻ പല പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. ആര് പറയുന്നു? വിഷ്ണു ഭഗവാൻ പറയാം. ആദിശേഷൻ എന്ന മെത്തയിൽ, അതായത് ആദിശേഷനായി കിടക്കുന്ന ഈ മെത്തയിൽ ഞാൻ ഉറങ്ങുന്നുണ്ട്. കാലമാവുമ്പോൾ, സമയമാവുമ്പോൾ ഞാൻ ഉണരുന്നത് ആ ശക്തിയുടെ പ്രഭാവം കൊണ്ടാണ്.
ഞാൻ ഉറങ്ങുന്ന ഈ മെത്തയിൽ നിന്ന് ഞാൻ ഉണരുന്നത് ഈ ശക്തിയുടെ പ്രഭാവം കൊണ്ടാണ്. ഞാൻ ആ ശക്തിയുടെ ബലം കൊണ്ടാണ് തപസ് ചെയ്യുന്നത്, ലക്ഷ്മിയുമായിട്ട് ഞാൻ ഇങ്ങനെ നിലകൊള്ളുന്നത്. ചിലപ്പോ എനിക്ക് അസുരവർഗങ്ങളായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരും, ഭയങ്കരമായ യുദ്ധത്തിൽ ഞാൻ ഏർപ്പെടേണ്ടി വരും. പ്രളയജലത്തിൽ നിന്നുകൊണ്ട് ഞാൻ 5000 കൊല്ലം മല്ലയുദ്ധം ചെയ്ത കാര്യമൊക്കെ അങ്ങേക്ക് അറിഞ്ഞൂടെ? എന്റെ കർണമലത്തിൽ നിന്ന്, ചെവിയുടെ മലത്തിൽ നിന്നുണ്ടായിരിക്കുന്ന മധുകൈടഭന്മാരെ ഞാൻ വധിച്ചത് ദേവിയുടെ പ്രഭാവം കൊണ്ടാണ്. ആ ദേവിയാണ് എല്ലാത്തിനും പരമ കാരണമെന്ന് അങ്ങ് അറിയണം. അങ്ങേക്ക് അറിയാം. ഇത് വിഷ്ണു ഭഗവാൻ ആരോട് പറഞ്ഞു കൊടുക്കുന്നതാണ്? ബ്രഹ്മദേവനോട്. പിന്നെ എന്തിനാണ് അങ്ങ് വീണ്ടും അതേപറ്റി ഇങ്ങനെ ചോദിക്കുന്നത്? ആ ഭഗവതിയുടെ ഇച്ഛയ്ക്കൊത്ത് ഞാൻ അലയാഴിയിൽ ഇങ്ങനെ കുടികൊള്ളുകയാണ്. യുഗം തോറും ആമ, പന്നി, പല 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 അവതാരങ്ങളും ഞാൻ ഇങ്ങനെ കൈക്കൊള്ളുന്നു. മൃഗങ്ങളായി ജനിക്കാൻ ആരാ ഇഷ്ടപ്പെടുക? ആരും ഇഷ്ടപ്പെടില്ല. എന്നാൽ ദേവി അതിനായി കൽപ്പിച്ചാൽ ഞാൻ അത് തന്നെ അനുസരിക്കും. പൂമങ്കയായിരിക്കുന്ന ലക്ഷ്മിയെ വിട്ടിട്ട് മീനാദികളായി ജനിക്കാൻ ആരാ പോവാ? സുഖമായി ഉറങ്ങാനുള്ള മെത്ത വേണ്ടെന്ന് വെച്ചിട്ട് ഗരുഡന്റെ പുറത്ത് കയറിയിട്ട് യുദ്ധം ചെയ്യാൻ ആരാ ഇഷ്ടപ്പെടുക? പണ്ട് വില്ലിന്റെ ഞാൻ പൊട്ടിയിട്ട് എൻ്റെ തല തെറിച്ചു പോയതും അത് കണ്ട അങ്ങ് എനിക്കൊരു കുതിരത്തല വെച്ച് തന്നതൊക്കെ ഓർമ്മയില്ലേ? മറന്നുപോയോ? എനിക്ക് ഹയാനനൻ എന്ന പേരുണ്ടായത് അങ്ങനെയാണ്. ഭഗവാന് ഹയാനനൻ എന്ന് പറയുന്ന പേരുണ്ടായത് എങ്ങനെയാണ്? ഒരു വില്ലിന്റെ ഞാൻ പൊട്ടിയിട്ട് അദ്ദേഹത്തിന്റെ തല തെറിച്ചു പോയപ്പോൾ ബ്രഹ്മദേവൻ ഒരു കുതിരയുടെ തലയെടുത്ത് വെച്ചു കൊടുത്തു. ഹയാനനൻ. എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമോ? ഞാനും പരാശക്തിക്ക് അധീനനാണ്. ചതുർമുഖ, അതായത് ബ്രഹ്മദേവ, ആ ദേവിയെ പ്രീതിപ്പെടുത്താൻ ഞാൻ നിത്യവും ദേവീ ധ്യാനം ചെയ്യുന്നു. ആ ഭഗവതിക്ക് മുകളിലായി ഞാൻ ആരെയും കാണുന്നില്ല. നാരദൻ പറയണപ്പോ, ഭഗവാൻ വിഷ്ണു പറഞ്ഞ ഈ കഥ എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ അച്ഛനാണ്. ആ ദേവിയുടെ കാലടികളിൽ നിങ്ങൾ പിന്തുടർന്നാൽ, വ്യാസനോട് പറയാണ്, ആ പരാശക്തി നിങ്ങൾക്ക് ആ ആവശ്യം നടത്തിത്തരും, ഒരു മകൻ ഉണ്ടാവണം എന്നുള്ള ആവശ്യം. അപ്പൊ സൂതൻ പറഞ്ഞു, നാരദൻ പറഞ്ഞു കേട്ടിട്ട് സത്യവതിയുടെ മകനായ വ്യാസൻ എന്ത് ചെയ്ത് ദേവിയെ ഭജിക്കാൻ വേണ്ടിയിട്ട് മഹാമേരുവിലേക്ക് അങ്ങ് പോയി. മഹാമേരുവിലേക്ക് നേരിട്ട് അങ്ങോട്ട് പോയി. ഇത്രയും സംഭവമുണ്ട് ഭഗവതിക്ക്. ആ ഭഗവതി തന്നെയാണ് ഈ ശ്രീമതി രാധാറാണി. മനസ്സിലായില്ലേ? വൃന്ദാവനത്തിലൊക്കെ രാധേ 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 എന്ന് വിളിക്കാനുള്ള കാരണം അതാണ്. രാധയുടെ ശക്തിയാണത്. രാധ തന്നെയാണ് സർവവും, ജഗത്തും രാധ തന്നെ, സൃഷ്ടിയും സ്ഥിതിയും എല്ലാം രാധ തന്നെ. ആ രാധയ്ക്ക് അധീനനായിട്ടാണ് കൃഷ്ണൻ പോലും നിൽക്കുന്നത്. രാധയില്ലെങ്കിൽ കൃഷ്ണനില്ല, കൃഷ്ണനില്ലെങ്കിൽ രാധയില്ല. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ശ്രീമദ് ദേവി ഭാഗവതത്തിൽ 1-ാം ഹയഗ്രീവ അവതാരത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഹയഗ്രീവ അവതാരം. സൂധാസ്മകം മനഃകാമം മഗ്നം സംശയസാഗരേ യഥോക്തം മഹാദാശ്ചര്യം ജഗത് വിസ്മയകാരകം യമൂർധാ മാധവസ്യാഭിഗതോ ദേഹാത് പുനഃപരം ഹയഗ്രീവാവസ്ഥോ ജാതാ സർവകർത്താ ജനാർദ്ദന. എന്താണ് ഹയഗ്രീവ അവതാരം? ഋഷിമാര് നല്ല അത്ഭുതത്തോടെ ചോദിക്കാണ്, അങ്ങ് എന്താണ് പറയുന്നത്? സാക്ഷാൽ ഭഗവാൻ ശ്രീഹരിയുടെ തല തെറിച്ചു പോയിട്ട് അതിന് പകരം ഒരു കുതിരയുടെ തല വെച്ച് പിടിപ്പിച്ചെന്നോ? വിണ്ണവർക്കും മുനിമാർക്കും ആശ്രയമായിരിക്കുന്ന ശ്രീഹരിക്കും ഭാഗ്യക്കേടോ? ഈ ഭൂമിയിലുള്ളവർക്കും പരലോകത്തുള്ളവർക്കെല്ലാം ആശ്രയമായിരിക്കുന്ന ശ്രീഹരിക്ക് വരെ ഭാഗ്യക്കേട് വന്നെന്നോ? ഞങ്ങളുടെ മനസ്സിലങ്ങ് സംശയം തീരുന്നില്ല. എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് അല്ലേ? ഭഗവാന്റെ തല തെറിച്ച് പോവേ, അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മഹാശയ, ഇതൊന്ന് ഞങ്ങൾക്ക് വിസ്തരിച്ചു തരൂ. നമ്മൾ മഞ്ജരീസിനും അതൊരു സംശയമായി. ശ്രീഹരിയുടെ തല തെറിച്ചു പോവാന്ന് പറയുമ്പം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നമുക്ക്, അല്ലേ? അപ്പൊ സൂതൻ പറയാണ്, ഭഗവാൻ ശ്രീഹരി 10,000 ആണ്ട് യുദ്ധം ചെയ്ത് ക്ഷീണിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാണിട്ട വില്ലിൽ തലയും താങ്ങി കൈവിരൽ തുമ്പിൻ്റെ തൻ്റെ ഭാരവും വെച്ച് അദ്ദേഹം ഉറങ്ങിപ്പോയി. ഞാണിട്ട വില്ലില്, വില്ലിങ്ങനെ ആ ഇതിലിട്ട് വെച്ചിട്ട്, ഞാണിലിട്ട് വെച്ചിട്ട്
ആ കൈവിരൽ ഇങ്ങനെ വെച്ചിട്ട് അതിൽ വെച്ചിട്ട് ഭഗവാൻ ഇങ്ങനെ ഉറങ്ങിപ്പോയി. അങ്ങനെ കുറേ കാലം കടന്നുപോയി. രുദ്രാദികൾ ഒരു യാഗം നടത്താൻ സന്തോഷത്തോടുകൂടി തീരുമാനമൊക്കെ എടുത്ത് ബ്രഹ്മദേവന്റെ അടുത്ത് വൈകുണ്ഠത്തിലെത്തിയപ്പോൾ അവിടെ ഭഗവാനില്ല. ബ്രഹ്മദേവനെയും കൊണ്ട് രുദ്രാദികൾ എന്ത് ചെയ്തു? രുദ്രൻ നിറ മഹാദേവൻ രുദ്രനെയൊക്കെ കൂട്ടിയിട്ട് ബ്രഹ്മദേവനെയൊക്കെ കൂട്ടിയിട്ട് ഒരു യാഗം നടത്താൻ വേണ്ടി വൈകുണ്ഠത്തിൽ ചെന്നു നോക്കിയപ്പോൾ വൈകുണ്ഠത്തിൽ ഭഗവാനില്ല. ഭഗവത് സന്നിധി പൂകിയ ബ്രഹ്മാവും രുദ്രനും ഇന്ദ്രനും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടി വൈകുണ്ഠത്തിൽ ആരൊക്കെ എത്തി? ബ്രഹ്മാവ് എത്തി, ഇന്ദ്രനെത്തി, രുദ്രനെത്തി, എല്ലാവരും എത്തി. എല്ലാവരും വിചാരിച്ച്, ഷോ ഭഗവാൻ നല്ല ഉറക്കത്തിലാണല്ലോ, എങ്ങനെ ഭഗവാൻ ഉണർത്തും എന്നിങ്ങനെ ആലോചിച്ചു. ഒരാളുടെ ഉറക്കത്തിന് നമ്മൾ ശല്യമായി കഴിഞ്ഞാൽ അത് ദോഷമല്ലേ? ഒരാൾ ഉറങ്ങാന്ന് പറയുമ്പോൾ നന്നായിട്ട് ക്ഷീണിച്ചിട്ടായിരിക്കില്ലേ ഉറങ്ങുന്നത്. അവരെ ശല്യം ചെയ്യാന്ന് പറയുന്നത് ശരിയല്ലല്ലോ. എന്നാ പിന്നെ യാഗം നടത്തുകയും ചെയ്യണം, യാഗം നടത്താതെ ഇരിക്കാനും പറ്റില്ല. അപ്പൊ ബ്രഹ്മാവ് എന്ത് ചെയ്ത്? ചിതൽ എന്നു പേരായ ഒരു കൃമിയെ അങ്ങ് സൃഷ്ടിച്ചു. ചിതലില്ലേ, ചിതൽ പുറ്റൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു കൃമിയെ ബ്രഹ്മദേവൻ അങ്ങ് സൃഷ്ടിച്ചു. വില്ലിന്റെ അറ്റം വരെ ചിതലരിച്ചാൽ വില്ലിന്റെ പാത്തി അങ്ങ് നിവർന്നു വരും. അപ്പൊ ഭഗവാൻ ഉണരും. ബ്രഹ്മദേവൻ ചിന്തിച്ച കാര്യമാണത്. ബ്രഹ്മാവ് എന്ത് ചെയ്ത്? ചിതലിനോട് അങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ചിതലെ, നീ പോയിട്ട് വില്ലിന്റെ പാത്തി വരെ അങ്ങനെ പടർന്ന് കയറിപ്പോ, അപ്പൊ ഭഗവാൻ ഉണരും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ചിതല് പറയാണേ, നിദ്രാഭംഗം, കഥാഭംഗം, ദമ്പതി പ്രീതിഭേദം, അമ്മയിൽ നിന്നും കുട്ടിയെ അകറ്റൽ, ഇതൊക്കെ മഹാപാപമല്ലേ? ചിതല് ചോദിക്കുകയാണ്, നിദ്രാഭംഗം ഉറക്കത്തെ തടസ്സപ്പെടുത്തുക, കഥാഭംഗം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നടുവിൽ ആരും വേറെ മെസ്സേജ് അയക്കരുത് എന്ന്. ഓക്കെ, നമ്മൾ ഇത്രയും വലിയൊരു സംഭവം ഇവിടെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പേഴ്സണൽ മെസ്സേജ് ഇട്ടിട്ട് നമ്മുടെ മൈൻഡ് അപ്സെറ്റ് ആക്കരുത്. കഥാഭംഗം, ദമ്പതി പ്രീതിഭേദം, ഒരു ഭാര്യയും ഭർത്താവും നന്നായി ജീവിക്കുന്നതിൻ്റെ അടുത്ത് പോയിട്ട് തല്ലുപിടിപ്പിക്കുക എന്ന് പറയുന്നത്. അമ്മയുടെ അടുത്തുനിന്ന് ഒരു കുട്ടിയെ നമ്മൾ അങ്ങോട്ടേക്ക് അകറ്റി നിർത്തുന്നത്, ഇതൊക്കെ തെറ്റല്ലേ? പാപമല്ലേ? പിന്നെ സ്വാർത്ഥത്തിനായി ഞാൻ എങ്ങനെ ചെയ്യും? ചിതൽ ചോദിക്കണം, പിന്നെ ഞാൻ എങ്ങനെ ഭഗവാനെ ഉണർത്തും? അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, നിനക്കും യജ്ഞത്തിൽ ഭാഗമാകാം. യജ്ഞാഹുതിയിൽ വീഴുന്ന ഹവിസിന്റെ പൊട്ടും പൊടിയെല്ലാം യജ്ഞകുണ്ഡത്തിന്റെ ചുറ്റും ഇങ്ങനെ ചെതറി വീഴല്ലോ, അതൊക്കെ നീ എടുത്തോ, ഇപ്പൊ കാര്യം പോയി നടത്ത് എന്ന് ബ്രഹ്മദേവൻ ചിതലിനോട് പറഞ്ഞു. ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞപ്പോ ചിതൽ എന്ത് ചെയ്ത്? ആ ഞാണിന്റെ അറ്റം വരെ കരണ്ട് തിന്നാൻ തുടങ്ങി. പെട്ടെന്ന് ഭയങ്കര ശബ്ദത്തോടെ ഞാണങ്ങ് മുറിഞ്ഞു വീണു. ഞാണിന്റെ താഴ്ഭാഗം മുറിഞ്ഞപ്പോ വില്ലിന്റെ മേൽത്തല പെട്ടെന്ന് അങ്ങോട്ട് തെറിച്ചുപോയി. അതിൽ ചാരി വിശ്രമിച്ച ശ്രീഹരിയുടെ തല കിരീടത്തോടെ ദൂരേക്ക് അങ്ങ് തെറിച്ചുപോയി. ബ്രഹ്മാണ്ടം മുഴുവൻ അങ്ങ് കുലുങ്ങി. എല്ലാവരും പേടിച്ചു. കൊടും കാറ്റ് വീശി, സമുദ്രമൊക്കെ അങ്ങ് ഇളകി മറിഞ്ഞു. ആകാശത്ത് കൊള്ളിമീനൊക്കെ വീശി, സൂര്യനെ ഒന്നും കാണാനില്ല, ഇരുട്ടിൽ പോയി ഒളിച്ച്, 4 ദിശകളൊന്നും കാണുന്നില്ല. അന്ധകാരം മെല്ലെ ഒന്ന് കുറഞ്ഞപ്പോ ഭഗവാൻ തലയറ്റ് തറയിൽ കിടക്കുന്നത് മഹാദേവൻ കാണുകയാണ്. ഈ കബന്ധം കണ്ട് എല്ലാവരും വിഷമിച്ചു. പരംപുരുഷനായിരിക്കുന്ന, പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന അങ്ങയെ മുറിക്കാനോ ഉടയ്ക്കാനോ എരിക്കാനോ കഴിയില്ല. തല മാത്രം എവിടെയാണ് തെറിച്ചു പോയത്? അങ്ങയുടെ ഉടല് കൊണ്ടുപോയിട്ട് ആര് കത്തിച്ചു കളയും? അങ്ങയുടെ തല എവിടെ തെറിച്ചുപോയി? നിന്റെ ഗതി ഇതാണെങ്കിൽ വിണ്ണർക്കും യാതൊരു രക്ഷയുമില്ലല്ലോ. ഒരു രക്ഷയില്ല. ഇതിലിപ്പോ രാക്ഷസന്മാരെയും കുറ്റം പറയാൻ പറ്റില്ല. എല്ലാം ആകാശനിവാസികളായ ദേവന്മാരുടെ പണിയാണ്. അവർക്കുള്ള ഏക ആശ്രയമായിരുന്നു നാരായണൻ. ആ നാരായണനെ അവർ തന്നെ ഇല്ലാതാക്കി. മായയെ നിയന്ത്രിക്കുന്ന നിനക്ക് ഈ ഗതി വന്നത് സത്വരജോ സ്തമോ മായകൾ ഒന്നിനാലും അല്ല, ഒരു മായ കൊണ്ടുമല്ല നാരായണൻ ഈ ഗതി വന്നിരിക്കുന്നത്. അപ്പോ സുരാചാര്യർ പറഞ്ഞു, ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആലോചിക്കാം. ഈശ്വരനും ഉത്സാഹവും രണ്ടും സമയ്ക്കമായി ചേർന്നാൽ ദൈവഹിതം പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. വിഷ്ണു ശിരസ് ദേവന്മാർ നോക്കി നിൽക്കുകയാണ് തെറിച്ചു പോയത്. എന്നാൽ എല്ലാത്തിനും മീതെ ദൈവം തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ദ്രൻ പറയാണ്, എല്ലാത്തിനും മീതെ ദൈവം തന്നെയാണ്.
അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, അതാത് കാലത്തുണ്ടാവുന്ന തിന്മയും നന്മയും ഒക്കെ ദൈവഹിതം എന്ന് വിചാരിച്ച് നേരിടുക എന്നുള്ളത് ഓക്കെ, അത് ശരിയായ കാര്യം തന്നെ. ദേഹമുണ്ടെങ്കിൽ സുഖദുഃഖങ്ങൾ ഉറപ്പാണ്. ശരീരം ഉണ്ടെങ്കിൽ സുഖവും ഉണ്ടാവും ദുഃഖവും ഉണ്ടാവും. പരമശിവൻ പണ്ടൊരിക്കൽ എൻ്റെ ശിരസ് മറുത്തെടുത്തതല്ലേ, അതുപോലെയാണ് ഇന്ന് വിഷ്ണുവിൻ്റെ ശിരസ്, അതുപോലെയാണ് ഇന്ന് തെറിച്ചിരിക്കുന്നത്. ഇന്ദ്രനാണെങ്കിൽ 1000 യോനികൾ തന്നിൽ കൊണ്ടു നടക്കേണ്ടതായി വന്നു. സ്വർഗഭ്രംശനായി താമരയ്ക്കുള്ളിൽ ഒളിച്ചു താമസിക്കേണ്ട ഗതിയോ അദ്ദേഹത്തിനുണ്ടായി. ദുഃഖം അനുഭവിക്കാത്തതായിട്ട് ആരും ഈ ലോകത്തിലില്ല. അതിനാൽ ശോകം വെടിയിക്കുകയാണ് നല്ലത്. നമ്മുടെ വിഷമം അങ്ങോട്ട് മറക്കുക. ദുഃഖം എല്ലാവരും അനുഭവിക്കണം. അതിനായി നമുക്ക് മഹാമായ ആയിരിക്കുന്ന പരാശക്തിയെ ധ്യാനിക്കാം. പരാശക്തിയെ നമുക്ക് ധ്യാനിക്കാം. 3 ലോകങ്ങളും സരാചരങ്ങളും സകല ചരാചരങ്ങളും വിളഞ്ഞു നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മവിദ്യ തന്നെയാണ് ജഗത്തിന്റെ അമ്മ, അല്ലെ? സൂതൻ പറയാണ്, ഉടലാർന്നു നിൽക്കുന്ന വേദങ്ങളോട് പത്മസംഭവനായിരിക്കുന്ന ബ്രഹ്മാവ് പറയുന്നു, നിങ്ങൾ ബ്രഹ്മവിദ്യാസ്വരൂപിണിയായ മഹാമായയെ പ്രാർത്ഥിക്കൂ. സനാതനനായും ജ്ഞാനഭിഗമ്യയും ശ്രേഷ്ഠയുമായിരിക്കുന്ന ദേവിയെ വേദങ്ങൾ ഇങ്ങനെ സ്തുതിച്ചു. നിർഗുണയും ഭുവനേശ്വരിയും ജഗത് പൊതിക്ക് നിദാനവുമായിരിക്കുന്ന ദേവി ഗായത്രി ഞങ്ങൾ കൈകൂപ്പി തൊഴുന്നു. സകല ജീവികൾക്കും ആധാരമായിരിക്കുന്ന അവരുടെ ബുദ്ധി, അല്ലെ? നമ്മുടെ എല്ലാവരുടെയും ആധാരം എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. ബുദ്ധി, ശ്രദ്ധ, ഓർമ്മ എന്നുവേണ്ട എല്ലാം നൽകുന്ന ശാന്തിയും കാന്തിയുമായിരിക്കുന്ന അമ്മേ നമസ്കാരം. അവിടുന്നാണ് ഗീതകങ്ങളിലെ അർദ്ധമാത്ര. നീ ഗായത്രിയും വ്യാകരണവുമാണമ്മേ. ജയയും വിജയവും നീ തന്നെ. 3 ലോകങ്ങളും ഉണ്ടാക്കുന്നതിൽ നിപുണയായിട്ടുള്ള കഴിവുള്ള സർവചരാചര മാതാവായിരിക്കുന്ന അവിടുത്തെ പാദങ്ങളിൽ ഞങ്ങൾ പ്രണമിക്കുന്നു അമ്മേ. സകല ലോകത്തിനും ഹിതകാരിണിയും വിദ്യാസ്വരൂപിണിയും മംഗളകാരിണിയും വാഗ്ബീജസ്ഥിതിയും ഭവരോഗത്തെ ഇല്ലാതാക്കുന്നവളുമായിരിക്കുന്ന അമ്മേ നിനക്ക് നമസ്കാരം. വിഷ്ണു, രുദ്രൻ, വിധി, അഗ്നി, സൂര്യൻ എന്ന് വേണ്ട എല്ലാത്തിനെയും സൃഷ്ടിച്ചത് നീ തന്നെ അമ്മേ. അതിനാൽ അവരെക്കാളൊക്കെ വൈശിഷ്ട്യം, പ്രത്യേകത നിനക്കുണ്ട്. ഭുവന നിർമ്മിതിക്കായി, അതായത് ഈ ലോകം നിർമ്മിക്കാനായി സംസാരശേഷമില്ലാതെ അവിടുന്ന് ഇരിക്കുമ്പോൾ അക്കാര്യങ്ങളുടെ നടത്തിപ്പിനായിട്ട് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ അമ്മ സൃഷ്ടിച്ചു. അവരെ കൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം അമ്മ നടത്തിക്കുന്നു. ലോകത്തിലെ ഒരാൾക്ക് പോലും അവിടുത്തെ മഹിമ പൂർണ്ണമായി അറിയാനാവില്ല. ആരുടെ? ഭഗവതിയുടെ. അവിടുത്തെ നാമങ്ങളെ എണ്ണിത്തീർക്കാൻ ആരെക്കൊണ്ടാവും? ചെറിയൊരു തോട് കടക്കാൻ അറിയാത്ത മനുഷ്യന് കടൽ താണ്ടാൻ എങ്ങനെ കഴിയും, അല്ലെ? ഒരു ചെറിയ തോട് പോലും നമുക്ക് കടക്കാൻ കഴിയില്ല, പിന്നെ എങ്ങനെ നമ്മൾ കടൽ താണ്ടിപ്പോവും? വേദവാക്യങ്ങളിൽ പറയുന്നത് പോലെ ഈ മിഥ്യാപ്രപഞ്ചത്തെ, ഈ മായാപ്രപഞ്ചത്തെ ഒറ്റയ്ക്ക് നിർമ്മിച്ച് സംരക്ഷിക്കുന്ന അമ്മയുടെ ആ ഒരു അനന്തമായ ശക്തിയെ ആരെക്കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയും? സകല ജഗത്തിനും കാരണമായിരിക്കുന്ന അവിടുത്തെ ചരിത്രം എന്ന് പറഞ്ഞാൽ എത്ര വിസ്മയമായ ചരിത്രമാണ്. അവിടുത്തെ പ്രഭാവത്തെ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദങ്ങൾ കൊണ്ട് പോലും സാധിക്കാത്ത കാര്യമാണ്. അവിടുത്തെ പരബ്രഹ്മയെക്കുറിച്ച് അവിടത്തേക്ക് പോലും അറിയാമോ എന്നാണ് നമ്മുടെ സംശയം. അപ്പോൾ പിന്നെ ഞങ്ങൾ എങ്ങനെ അറിയും? അമ്മ എന്താണെന്ന് അമ്മയ്ക്ക് തന്നെ മനസ്സിലാവുന്നില്ല, പിന്നെ നമുക്കെങ്ങനെ മനസ്സിലാവും? ഭഗവാൻ ശ്രീഹരിയുടെ ശിരസ് പോയ കഥ അറിഞ്ഞില്ല എന്നുണ്ടോ? അതോ അമ്മ നമ്മളെ പരീക്ഷിക്കുകയാണോ? ഹരിക്ക് ഇത്തരം ഒരു ദുഃഖം വരാൻ കാരണം എന്താണ്? അവിടുത്തെ പാദങ്ങളുടെ പുകൾ പാടുന്നവർക്ക് എങ്ങനെയാണ് ദുരിത സഞ്ചയം അനുഭവിക്കേണ്ടി വരുന്നത്? അമ്മയുടെ തൃപ്പാദ ഗാനങ്ങളല്ലേ ഹരി പാടിക്കൊണ്ടിരിക്കുന്നത്. ആ ഹരിക്ക് എങ്ങനെ ദുഃഖം വരും? ദേവകാര്യം നടത്താൻ അമ്മേ വൈകല്ലേ. വിഷ്ണുവിനായുള്ള തല എവിടുന്ന് ലഭിക്കുമെന്ന് അമ്മ പറഞ്ഞാലും ദേവന്മാർ ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം അവിടുന്ന് ശ്രീഹരിയുടെ മേളിൽ ചാർത്തി കൊടുത്തതാണോ അമ്മേ? അതോ ശ്രീഹരിയുടെ ദേഷ്യത്തെ ശമിപ്പിക്കാൻ അവിടുന്ന് ചെയ്ത കളിയാണോ ഇത്? ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ആ ദേഷ്യം ശമിപ്പിക്കാൻ കേട്ടോ. അതോ ദൈത്യന്മാർ അവിടുത്തെ പ്രസാദിപ്പിച്ചു നേടിയ, അസുരന്മാർ അമ്മയെ പ്രസാദിപ്പിച്ചു നേടിയ വരബലം കൊണ്ടാണോ ഇങ്ങനെ അദ്ദേഹത്തിന്റെ തല പോയത്? ശിരസില്ലാത്ത ഹരിയുടെ ഉടൽ കാണുന്നത് അവിടത്തേക്കൊരു നേരം പോക്കാണോ അമ്മേ? അല്ല, ലക്ഷ്മി ദേവിയോട് ദേഷ്യപ്പെട്ടിട്ട് അവളെ നാഥനില്ലാതാക്കിയതാണോ പരാശക്തി?
അവിടുത്തെ അംശജയല്ലേ ലക്ഷ്മി ദേവി? ആ ദേവിയുടെ വൈധവ്യം അമ്മ അവസാനിപ്പിച്ചു കൊടുക്കണ്ടേ? അമ്മയെ ആശ്രയിക്കുന്നവർക്കായിട്ട് ഈ ദേവന്മാരുടെ ആഗ്രഹം അമ്മ നിവർത്തിച്ചു തരൂ. അമ്മയെ ഞങ്ങൾ ആശ്രയിക്കുന്നുണ്ട്. ശ്രീഹരിക്കൊരു തല നൽകി മാലോകരുടെ ദുഃഖത്തെ അമ്മ ഇല്ലാതാക്കി തരൂ. ഭഗവാന്റെ തല എവിടെയാണ് തെറിച്ചു വീണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ജീവൻ നൽകുന്ന അമൃത് പോലെ അവിടുന്നല്ലേ ലോകത്തിന് ജീവൻ നൽകുന്നത്. സൂതൻ പറയാണ്, എന്നിട്ട് ഇങ്ങനെ പല പല വേദപ്രകീർത്തനം കേട്ട് സംപ്രീതയായ ദേവി ആകാശത്തു നിന്ന് ഒരു വാക്ക് പറഞ്ഞു. ഞാൻ സംപ്രീതയായിരിക്കുന്നു, അതിൽ ആർക്കും സംശയം വേണ്ട. ഈ വേദസ്തുതികൾ ആര് ചൊല്ലിയാലും പഠിച്ചാലും അവന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കും. വേദതുല്യമാണ് ഈ സ്തുതി. ഇത് കേൾക്കുന്നവൻ ദുഃഖങ്ങളെല്ലാം തീർന്ന് സൗഖ്യത്തെ പ്രാപിക്കും. ഇനി ശ്രീഹരിയുടെ തലയറ്റുപോകാനുള്ള കാരണം ഞാൻ പറയാം. ലോകത്ത് കാരണമില്ലാതെ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. ഒരിക്കൽ ഭഗവാൻ ഹരി തന്റെ അടുത്തിരിക്കുന്ന ലക്ഷ്മി ദേവിയുടെ രമ്യമായ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. എന്താണിപ്പോൾ ഭഗവാൻ എന്നെ നോക്കി ചിരിച്ചത്? തന്റെ മുഖത്ത് വല്ല വൈരൂപ്യവും വന്നുപെട്ടിട്ടുണ്ടോ എന്ന് ദേവി ആശ്ചര്യപ്പെട്ടു. അല്ലെങ്കിൽ മറ്റൊരു സുന്ദരിയെ കൂടി ഭഗവാൻ പത്നിയാക്കി കാണും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കെ ദേവി പെട്ടെന്ന് തമോരൂപിണിയായി. ഏതോ ദേവകാര്യം സാധിക്കാനുള്ളതുപോലെ ഈ തമോഭാവം ദേവീ മുഖത്തുണ്ടായത്. നിന്റെ തല വീണു പോകട്ടെ എന്ന് ദേവിയുടെ നാവിൽ നിന്നും വാക്കുകൾ പുറത്തു വന്നു. അറിയാതെയാണെങ്കിലും സ്വന്തം സുഖത്തെയാണ് ലക്ഷ്മി ദേവി നശിപ്പിച്ചിരിക്കുന്നത്. അസത്യം, സാഹസം, കളവ്, മൂഢത്വം, ലോഭം, അശുദ്ധി, നിർഭയത്വം എന്നിവയെല്ലാം സ്ത്രീകളിൽ വരുന്ന കാര്യങ്ങളാണ്. ലക്ഷ്മി ദേവിയുടെ ശാപം ഇപ്പോഴും ആ ശിരസ് ഉപ്പുകടലിൽ പൂണ്ടു കിടക്കുകയാണ്. സാരമില്ല, ഭഗവാന്റെ തല ഞാൻ പൊക്കിയെടുത്ത് വീണ്ടു തരാം. ദേവന്മാരെ, ഇതിൻ്റെ പിറകിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യമാണ്. ഹയഗ്രീവൻ എന്നൊരു ദാനവൻ സരസ്വതി നദീതീരത്ത് ഉഗ്രമായ തപസ് അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഏകാക്ഷര മന്ത്രം ജപിച്ച് ആഹാരം പോലും ഉപേക്ഷിച്ച് 1000 കൊല്ലം അവൻ തപസ് ചെയ്തിരുന്നു. അപ്പോൾ അവൻ ആഗ്രഹിച്ച വിധം തന്നെ താമസരൂപിയായിരിക്കുന്ന സിംഹവാഹനയായി ഞാൻ അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പ്രദക്ഷിണവും നമസ്കാരവും ചേർന്ന് വിടർന്ന കണ്ണുകളോടുകൂടി ആ അസുരൻ ഇങ്ങനെ പറഞ്ഞു. ഹയഗ്രീവൻ പറഞ്ഞു, മംഗളകാരിണിയും സൃഷ്ടിസ്ഥിതി സംഹാരകാരിണിയുമായിരിക്കുന്ന അമ്മേ, അവിടുന്നാണ് പഞ്ചഭൂതോൽപത്തിക്ക് കാരണം. പഞ്ചതന്മാത്രകളായിരിക്കുന്ന ഗന്ധ, രസ, രൂപ, സ്പർശ ശബ്ദങ്ങൾക്കും കാരണം മറ്റൊരാളല്ല. നമ്മൾ രുചിക്കുന്നതും അറിയുന്നതും കാണുന്നതും എല്ലാത്തിനും കാരണം അമ്മ തന്നെ. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മഹേശ്വരിയായ നിന്നിൽ നിന്നാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സർവപ്രഭാവങ്ങളും നിറഞ്ഞ അമ്മേ, മരണമില്ലാത്ത യോഗിയാകുവാൻ എനിക്ക് വരം നൽകിയാലും അമ്മേ. സുരാസുരന്മാരെ എനിക്ക് എപ്പോഴും വിജയിക്കണം അമ്മേ, ഹയഗ്രീവൻ ചോദിച്ചതാണ്. അപ്പൊ ദേവി പറഞ്ഞു, ജനിച്ചാൽ മരണം ഉറപ്പാണ്, അതിന് മാറ്റമുണ്ടാവാൻ പറ്റില്ല. എന്നാൽ മറ്റു വരങ്ങൾ ആവശ്യപ്പെടുക. അപ്പൊ ഹയഗ്രീവൻ പറഞ്ഞു, അങ്ങനെ എന്നാൽ ഹയഗ്രീവനിൽ നിന്നല്ലാതെ മറ്റൊരുവനിൽ നിന്ന് എനിക്ക് മരണം ഉണ്ടാവരുത്. കുതിരയുടെ തലയും മനുഷ്യന്റെ ഉടലുമുള്ള ഒരു സത്വവും തന്നെ കൊല്ലാൻ വരില്ല എന്ന് ഉറപ്പായിരുന്നു ഹയഗ്രീവന്. ദേവി പറഞ്ഞു, തഥാസ്തു. ഹയഗ്രീവനല്ലാതെ ആർക്കും നിന്നെ വധിക്കാൻ കഴിയില്ല. പോയി രാജ്യഭാരം തുടർന്നാലും. അവൻ സ്വന്തം രാജ്യത്തേക്ക് പോയിട്ട് വേദങ്ങളെയും ഋഷിമാരെ എല്ലാവരെയും ദ്രോഹിച്ച് ജീവിക്കാൻ തുടങ്ങി. അവനെ കൊല്ലാനാണെങ്കിൽ ആരുമില്ല. അതിനാൽ ഒരു ഹയത്തിന്റെ കുതിരയുടെ തലയറുത്ത് വിഷ്ണു ശരീരത്തോടു കൂടി ചേർത്ത് വെക്കും. അങ്ങനെ ഹയഗ്രീവനായ വിഷ്ണു ഭഗവാൻ ആ പാവിയെ കൊന്നു കളയട്ടെ. അപ്പൊ സൂതൻ പറഞ്ഞു, ജഗജ്ജനനിയുടെ ആകാശവാണി ഇങ്ങനെ ആകാശത്തു നിന്നുമുള്ള ആ വാക്കുകൾ ഇങ്ങനെ അവസാനിക്കേ ദേവന്മാർ സന്തോഷത്തോടുകൂടി ബ്രഹ്മാവിനോട് ഒരു കുതിരയുടെ തല വിഷ്ണുവിന്റെ ശരീരത്തോട് ചേർത്ത് വെക്കാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ വിരിഞ്ചൻ വേദസവിധത്തിൽ വെച്ച് തന്നെ ഒരു കുതിരയുടെ ശിരസങ്ങ് അറുത്തെടുത്തിട്ട് വിഷ്ണുവിന്റെ കഴുത്തിൽ അങ്ങ് പിടിപ്പിച്ചു. മഹാമായയുടെ പ്രസാദത്താൽ ഭഗവാൻ ഹരി ഹയഗ്രീവനായി. ഗർവിഷ്ഠനായിരിക്കുന്ന ദാനവനെ ഭഗവാൻ രണത്തിൽ തോൽപ്പിച്ച് യുദ്ധത്തിൽ തോൽപ്പിച്ച് അങ്ങ് കൊന്നുകളഞ്ഞു ഭഗവാൻ.
ഈ ശുഭകഥ കേൾക്കുന്നവർക്കെല്ലാം ദുഃഖനിവൃത്തി ഉണ്ടാവും. ഈ 80 പേർക്കും, ലൈവിൽ എത്ര 80 പേരല്ലേ ഉള്ളത്, 80 പേർക്കും ദുഃഖത്തിൽ നിന്ന് മോചനം ലഭിക്കും. പാപനിവാരകമായിരിക്കുന്ന ശ്രീദേവി ചരിതം കേൾക്കുന്നവർക്കും പറയുന്നവർക്കും ഐശ്വര്യ സമ്പത്തുകൾ ധാരാളം വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, സമയം 7 മണി. ഇനി നമുക്ക് ദേവി ഭാഗവതം പറയാൻ പാടില്ല, അപ്പം നിർത്തുകയാണ്. നാളെ രാവിലെ പറയാം. ഇഷ്ടമായോ? സന്തോഷമായോ? 85 പേരുണ്ടോ? ആ 85 പേർക്കും ആ ഒരു അനുഗ്രഹം ഉണ്ടാവും, ദുഃഖ നിവൃത്തി ഉണ്ടാവും. ഇനി നാളെ രാവിലെ നമുക്ക് ദേവി ഭാഗവതം പറയാം. ഓക്കെ, ഹാപ്പിയാണോ ദേവി ഭാഗവതം കേൾക്കാൻ സാധിച്ചതിൽ? പറയാൻ നമുക്ക് അമ്മ അനുഗ്രഹം തന്നു. അമ്മ നിശ്ചയിച്ചിട്ടുണ്ട് ഇന്ന സമയത്ത് ഇരുന്നേ പറയാൻ പാടൂ എന്ന്. അപ്പം ആ സമയത്തേ നമുക്കത് പറയാൻ പാടൂ. ഓക്കെ, ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. ഇനി നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് വെക്കും. ഞാൻ പോവുകയാണ്, ഇറങ്ങാൻ സമയം 7 മണിയായി. മെസ്സേജ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ബാക്കി കഥ നമുക്ക് രാവിലെ കേൾക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ.